നാമമേ അധികാരമുള്ള നാമമേ പതിനായിരങ്ങൾ സുന്ദരനെ ശാരോനിൻ റോജാവേ പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ അങ്ങേക്ക് തുല്യനാം അങ്ങ് മാത്രം അങ്ങേക്ക് തുല്യനാം അങ്ങ് മാത്രം ഓ അങ്ങേക്ക് തുല്യനാം. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്ക് ഉറപ്പിക്കാൻ കഴിയും? യേശുവിന് തുല്യനായി യേശു മാത്രം. ആ നാമത്തിന് ഒരു നല്ല ഹാലലിയ കൊടുത്ത് കരമെല്ലാം ഉയർത്തി ആ നല്ല നാമത്തെ ഉയർത്തിയാൽ എല്ലാ നാമത്തിനും പേരായ നാമം. ആ നാമത്തിന്റെ പേര് അത്ഭുത മന്ത്രി. ആ നാമത്തിന്റെ പേര് വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, രാജാതി രാജാവ്, കർത്താവി കർത്താവ്, ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവർ, വെള്ളോൾക്ക് സദൃശമായ രോഗികളുള്ളവർ, അഗ്നി ജ്വാലയ്ക്ക് കണ്ണുകളുള്ളവർ, തലയിൽ രാജമുടികൾ ധരിച്ചവർ, രാജാതി രാജാവായി വീട്ടിൽ വരുന്നവർ. ഇന്ന് രാത്രി ആ നാമത്തെ ഉയർത്താൻ മടിയില്ലാത്ത ദൈവജനം ഒരുമിച്ച് ആ കരകളൊക്കെ ഒന്ന് ചേർത്തരിച്ച് ആ നാമത്തിലെ കീഴിൽ രോഗികൾ സൗഖ്യമാകും. ആ നാമത്തിൽ ഭൂതങ്ങൾ അനവിമാറും. ആ നാമത്തിൽ സമാധാനം ഉണ്ടാകും. ആ നാമത്തിലെ പേര് യേശു. വിളിച്ചത് യേശു യേശു യേശു. ഈ മൂന്നാമത്തെ ദിവസം ഈ പന്തലിന് കീഴിൽ യേശുവിന്റെ മാത്രം ഇരിക്കുകയാണ്. യേശുവിന്റെ സാന്നിധ്യം ഇരിക്കുകയാണ്. എവിടെ നീ ഉടഞ്ഞുപോയോ, എവിടെ നീ തകർന്നു പോയോ, അവിടെ നിന്നെ പണിയാ യേശുവിനെ വന്നിട്ടുണ്ട്. താങ്ക് യു ഫാദർ. ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്താൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ഭാഗ്യത്തിനായി നന്ദി. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, അങ്ങ് മാത്രമാണ് ദൈവം. ഹല്ലേലൂയ, ആമേൻ. എല്ലാ നാമത്തെക്കാളും മേലായ നാമം ഞങ്ങൾ ഒരുമിച്ച് ആ നാമത്തെ ഉയർത്തുകയാണ് കാര്യം. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഇന്ന് രാത്രിയിലും അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ പുകഴ്ചയും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. എല്ലാവർക്കും ദയവായി സ്ഥാനം ഇരിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പാസ്റ്റർ ഷൈൻ അവർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. എല്ലാവരും കണ്ണുതിലൂടെ ഇന്ന് രാത്രിയിൽ വന്നതുപോലെയല്ല ദൈവമേ എന്നെ അവിടെ നിന്ന് നിറയ്ക്കണമേ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരുന്നാണ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, മൂന്നാമത്തെ ദിവസം അങ്ങ് കൊണ്ടുവന്നതിനോർത്ത് നന്ദി പറയുന്ന കർത്താവേ, കൊണ്ടുവന്ന ജനങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ ദിവസം കർത്താവെ ഒരിക്കലും എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞ ആ കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് പാതാള ഗോപുരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട യേശു പുറത്തു വന്നതുപോലെ ഈ ദേശം വിടുവിക്കപ്പെടുന്ന ദിവസമാകിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്തിന് പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ തന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൂതന്മാരെ കാവലായി ഇറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദേശം ക്രിസ്തുവിനായി പിടിക്കപ്പെടുവാൻ ഈ 3 ദിവസത്തെ മീറ്റിംഗും ഒരു കാരണമാക്കി മാറ്റിനെ നന്ദി പറയുന്നു കർത്താവേ. അസാധാരണമായ ദൈവമഹത്വം വെളിപ്പെടും. കൂടെയിരിക്കും കർത്താവേ. ഈ തുടർന്നുള്ള നിമിഷങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ കൃപ കൂടെയിരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ള കരം എഴുത്തി നിർദ്ധാനം മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ സന്തോഷമുണ്ടോ ചോദിച്ചാണ്. ഈ 3 ദിവസവും ഇവിടെ ആരാധന കൂടി നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? പ്രൈസ് ലോർഡ്. സന്തോഷമുണ്ടോ? ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മുടെ നടുവിലായിരിക്കുന്ന സാബു എന്ന് പറയുന്ന ഒരു കൃത്യദാസൻ നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അദ്ദേഹം ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങൾക്ക് പരിചയപ്പെടുവാൻ, ഞങ്ങളുടെ ടീമിന് പരിചയപ്പെടുവാനിടയായി. അദ്ദേഹത്തിൻ്റെ സാക്ഷി എന്ന് പറയുന്നത് വലിയ സാക്ഷിയാണ്. ഹല്ലേലൂയ. അത് കേൾക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ അനുഭവ സാക്ഷിയെ ആർക്കും കണ്ണിക്കാൻ കഴിയത്തില്ലല്ലോ. അവരനുഭവിച്ച അനുഭവ സാക്ഷി
അത് ഇന്ന് നമുക്ക് ഈ രാത്രി കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അത് കഴിഞ്ഞ് രാജൻ ബ്രദർ മുൻപോട്ട് കടന്നു വന്ന് നന്ദി എല്ലാവർക്കും നന്ദി പറയുന്നതായിരിക്കും. സാബു ബ്രദറിനെ മുൻപോട്ട് ക്ഷണിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സുവിശേഷ മഹായുഗത്തിൻ്റെ 3-ാമത്തെ ദിനത്തിൽ ദൈവമക്കളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ പരിശുദ്ധനായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ വിലയേറിയ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സകല മാനവും സകല പുകഴ്ചയും അർപ്പിക്കുന്നു. ഞാനിന്നിവിടെ സാക്ഷ്യം പറയുവാനൊന്നുമല്ല വന്നത്, ആരാധന കൂടിയിട്ട് കടന്നു പോകാമെന്ന് കരുതി വന്നതാ. എന്നാൽ ദൈവദാസൻ സാക്ഷ്യം പറയുവാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ദൈവത്തോട് ഞങ്ങൾ കുടുംബമായി എടുത്ത ഒരു ഉടമ്പടിയുണ്ട്. ഞങ്ങൾ എവിടെ കടന്നു ചെന്നാലും ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തും എന്നുള്ള ദൈവത്തോടുള്ള ഉടമ്പടി നിൽക്കുന്നത് കൊണ്ട് ആ തിരുനാമത്തെ ധന്യനാമത്തെ ഇവിടെ ഉയർത്തുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ഞാൻ വചനമൊന്നും വായിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. വളരെ വേഗത്തിൽ എൻ്റെ സാക്ഷ്യം വളരെ വേഗത്തിൽ തന്നെ പറഞ്ഞിരിപ്പാൻ ദൈവനാമത്തിൽ ഞാൻ ശരണപ്പെടുന്നു. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാ, അവൻ വീരനാം ദൈവമാ, അവൻ സമാധാന പ്രഭു, അവൻ നിത്യപിതാവ്. അവൻ അത്ഭുത മന്ത്രി എന്ന് പറയുന്നത് വെറുതെയല്ല. അവനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർവഹിക്കുക തന്നെ ചെയ്യും. അവൻ വെറുതെ ഒരു വാക്ക് പറയത്തില്ല. എൻ്റെ അപ്പൻ നമ്മോട്, എന്നോടോ നിങ്ങളോടോ ഒരു കാര്യം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുന്ന ദൈവം എന്നുള്ള ഒരു സാക്ഷിയാണ് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ സൗദിയുടെ ദേശത്ത് ജോലിയോടനുബന്ധിച്ച് ഞങ്ങൾ അവിടെയായിരുന്നു, ഞാൻ അവിടെയായിരുന്നു, ദീർഘകാലമായി അവിടെയായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് വിവാഹം കഴിഞ്ഞു. ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന കാലഘട്ടത്തിൽ ചില ദിവസങ്ങൾ കഴിഞ്ഞു അവൾ പ്രഗ്നൻ്റ് ആകും. ബട്ട് ഏകദേശം 40-45 ദിവസമാകുമ്പോൾ അബോർഷനാകും. അങ്ങനെ 2-3 വട്ടം അങ്ങനെ ആയി. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ സൗദിയുടെ ദേശത്ത് നിന്ന് അവിടുത്തെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഈ ദേശത്തേക്ക് കടന്നു വന്നു. എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞ് ലഭിക്കണമെന്നുള്ള ചിന്തയിൽ ഈ ദേശത്തിൽ നല്ലൊരു ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രത്തുള്ള ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ എൻ്റെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു പങ്ക് ഞാൻ ചിലവഴിച്ച് നല്ലപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഒരു കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നല്ല ലക്ഷങ്ങൾ ചിലവഴിച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് അവൾ കൺസീവ് ആകുവാനിടയായി. ഏകദേശം നല്ല സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. ആ നാളുകൾ മുമ്പോട്ട് പോകുമ്പോൾ 8 മാസം തികഞ്ഞ് 8.5 മാസം തികഞ്ഞ് അവൾ പ്രസവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വളരെ സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. പ്രസവിച്ച് ആ സന്തോഷം വളരെ ദീർഘമായി നിന്നില്ല. അന്ന് രാത്രി തന്നെ എൻ്റെ മകൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ ആകെ തളർന്നു പോയി. എൻ്റെ ജീവിതത്തിൽ അതുവരെയും കുഞ്ഞുങ്ങളില്ല. വിവാഹം കഴിഞ്ഞ് 4 വർഷമായി. അതുവരെയും കുഞ്ഞുങ്ങളില്ല എന്നുള്ള വേദന മാത്രമായിരുന്നു. എന്നാൽ അതുവരെയും ഇല്ലാത്ത ഒരു ചിന്ത കൂടി എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നു, വേദന കൂടി കടന്നു വന്നു. ദൈവമേ, എൻ്റെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്ത ഇങ്ങനെ ഒരു ഭാരം കൂടി നീ എൻ്റെ ജീവിതത്തിൽ തന്നുവോ? ആർക്കുമില്ലാത്ത ഒരു നിന്ന കൂടി എൻ്റെ ജീവിതത്തിൽ തന്നുവോ എന്ന് ചിന്തിച്ച് ഈ ദേശത്ത് നിൽക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ വീണ്ടും ഈ ദേശത്ത് നിൽക്കുവാൻ, ആൾക്കാരെ ഫേസ് ചെയ്യുവാൻ മടിച്ചിട്ട് ഞാൻ വീണ്ടും സൗദിയുടെ ദേശത്തേക്ക് കടന്നുപോയി. സൗദിയുടെ ദേശത്ത് കടന്നു പോകുമ്പോൾ ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെയും അമ്മയും കൂടെ, എൻ്റെ കുടുംബത്തെയും വൈഫിനെയും അമ്മയും കൂടെ ഞാൻ അവിടെ കൊണ്ടുപോയി. വീണ്ടും 2 വർഷക്കാലം ഞാൻ അവിടെ പോയി, എൻ്റെ കുടുംബത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ ഞാൻ അവിടെ ഞാനതൊന്ന് പറയട്ടെ, ഞാൻ ഇവിടെ നിന്ന് പോയി. ആ ഡിസംബർ മാസത്തിൽ 31-ാം തീയതി അവിടെ ഞങ്ങളുടെ ചർച്ചിൽ മുഴുരാത്രി പ്രാർത്ഥന നടക്കുകയാണ്. ആ മുഴുരാത്രി പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ തകർന്നവനായി ഹൃദയനുറുക്കത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അന്നത്തെ ദിവസം അവിടെ ഇങ്ങനെ 31-ാം തീയതി കാണിക്കുകയൊക്കെ ഇട്ടിട്ട്, നമുക്കറിയാം നമ്മുടെ ചർച്ചകളിലൊക്കെ ഉണ്ട്, എന്താ വാഗ്ദത്ത വചനം ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചിരിക്കും. ആ വാഗ്ദത്ത വചനം ഞാനും അന്ന് ചെന്ന് ആ വാഗ്ദത്ത വചനം എടുത്തു. ആ വാഗ്ദത്ത വചനം എടുത്തിട്ട് ഞാനിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുവാനിടയായി. ആ വാഗ്ദത്ത വചനം ഇങ്ങനെയായിരുന്നു: ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും.
അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി, എൻ്റെ ദൈവം എന്നെ മറന്നു കളഞ്ഞിട്ടില്ല. ആ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്നൊരു ഉറപ്പായി. അന്നു മുതൽ ഞാൻ എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ സഹോദരന്മാരോട്, എൻ്റെ വൈഫിനോട്, എൻ്റെ അമ്മയോട്, എൻ്റെ അപ്പനോട്, ആരോട് ഞാൻ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, എനിക്ക് എൻ്റെ അപ്പൻ എനിക്ക് മക്കളെ തരും. അവൻ എപ്പോൾ എനിക്ക് മക്കളെ തന്നാലും ഇരട്ട കുഞ്ഞുങ്ങളെ തരും. കാരണം എന്തെന്നറിയാമോ? എൻ്റെ അപ്പൻ എന്നോട് വാഗ്ദത്തം ചെയ്തത്, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം തരുമെന്നാ. പക്ഷേ ഞാനിങ്ങനെ എൻ്റെ വൈഫിനോട് പറയുമ്പോൾ അവൾ പറയും, എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞ് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കേ. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുമ്പോൾ അവർ ചിരിക്കും. പക്ഷേ എൻ്റെ വിശ്വാസം കുറഞ്ഞു പോയില്ല. ഞാൻ ഓരോ നാളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ദൈവമേ, അങ്ങനോട് വാഗ്ദത്തം ചെയ്തുവല്ലോ, നീ എനിക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന്, എൻ്റെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതം ചെയ്യണമെന്ന്. ഞാൻ എന്ത് പ്രാർത്ഥിച്ചില്ലെങ്കിലും എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഈ വേദവാക്യം പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. എൻ്റെ കിടപ്പറയിൽ ഞാൻ ദൈവസന്നിധിയിൽ ഇതൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാതെ ഞാൻ കിടന്നിട്ടില്ല. ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ, നീ എന്നോട് വാഗ്ദത്തം ചെയ്തതുപോലെ എനിക്ക് ഇരട്ടിയായി പകരം നൽകണം. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. 1 വർഷമായി, 2 വർഷമായി. ഞാൻ അതിനിടയ്ക്കാണ് എൻ്റെ കുടുംബത്തെയൊക്കെ അവിടെ കൊണ്ടുപോയി നമ്മൾ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. അവിടെ ആയിരിക്കുമ്പോൾ ഒരു ദിവസം സൗദി അറേബ്യയുടെ ദേശത്ത് ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും, ആരാധന സ്വാതന്ത്ര്യമില്ല. അവിടെ നമ്മൾ ഇടയ്ക്കൊക്കെ അനേക ചർച്ചുകൾ ചേർന്നിട്ട് ഒരു ഗാർഡൻ എടുക്കും. ആ ഗാർഡനിൽ കോമൺ മീറ്റിംഗ് നടത്താറുണ്ട്, വലിയ ആരാധന നടത്താറുണ്ട്. ആ ആരാധന, അങ്ങനെ ഒരു ആരാധന നടക്കുന്ന സമയം, ഞങ്ങളുടെ ആരാധന നടക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ കീബോർഡ് വായിച്ച് ജയം ജയം ഹല്ലേലൂയ എന്നുള്ള പാട്ട് പാടി ദൈവസന്നിധിയിൽ ശക്തമായ ആരാധന നടക്കുന്ന സമയത്ത് പത്തനംതിട്ടയിൽ നിന്നുള്ള എബ്രഹാം ടൈറ്റസ് എന്ന് പറയുന്ന ദേവദാസൻ, ഞങ്ങളുടെ സെന്റർ പാസ്റ്ററാണ്, അദ്ദേഹം എന്നെ മുമ്പിലോട്ട് വിളിച്ചു. എന്നെ മുമ്പിലോട്ട് വിളിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ആരാധന ലീഡ് ചെയ്ത് നിൽക്കുവാണല്ലോ, ദേവദാസൻ എന്തിനാ വിളിക്കുന്നത്? ഞാനെങ്കിലും ദേവദാസൻ വീണ്ടും ആരാധന ശക്തമായി നടക്കുന്നു, ജീവിതങ്ങളെല്ലാം ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദേവദാസൻ എന്നെ മുമ്പോട്ട് കൈ കാണിച്ച് വിളിച്ചു. ഞാൻ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ദേവദാസൻ പറഞ്ഞു, എന്റെ വൈഫിനെ കൂടെ വിളിക്കുവാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ പിന്നാടിയായി അവൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ അവളെയും വിളിച്ചു. ഞങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ആരാധന ശക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ തലമേൽ കൈവച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, നിനക്ക് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദത്തത്തിന്റെ നിവർത്തി ഏറ്റവും സമീപമായിരിക്കുന്നു. നീ ദൈവസന്നിധിയിൽ ഇടവിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ ആ വാഗ്ദത്തം നിന്റെ മേൽ നിറവേറും. നിങ്ങൾ നോക്കണമേ, ദൈവദാസൻ എനിക്ക് കുഞ്ഞ് തരുമെന്നോ തലമുറ തരുമെന്നോ ഒന്നല്ല പറഞ്ഞത്. ദൈവം നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തത്തിന്റെ നിവർത്തി അടുത്തിരിക്കുന്നു എന്ന ഞങ്ങൾ കുടുംബമായി അവിടെ ആയിരിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് വിശ്വസിച്ചു. പക്ഷേ ദൈവം ചില കഷ്ടങ്ങൾ, ചില ശോധനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്നത് ദൈവമക്കളെ നന്മയ്ക്കാണെന്ന്, അത് വിശദീകരിക്കുവാൻ സമയമില്ല, നന്മയ്ക്കാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എൻ്റെ ജീവിതത്തിൽ അതുവരെ ഇല്ലാത്തൊരു കഷ്ടം കടന്നു വന്നു, വളരെ ഞെരുക്കം. ഞാൻ പറയട്ടെ, എൻ്റെ ഫാമിലിയെ ഈ നാട്ടിലേക്ക് അയക്കുവാൻ, ടിക്കറ്റ് എടുക്കുവാൻ പോലും എൻ്റെ കയ്യിൽ കാശില്ലാത്തൊരവസ്ഥ ജീവിതത്തിൽ വന്നു. ഞാൻ അന്ന് വൈകുന്നേരം മനസ്സോടെ ഞങ്ങളുടെ ദേവദാസനെ വിളിക്കുക ഒരു അല്പസഹായത്തിന് വേണ്ടിയിട്ട്. ഞാൻ അല്പസഹായത്തിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ ദേവദാസൻ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, മോനെ, ഞാൻ നിന്റെ നമ്പർ നോക്കിയിരിക്കുകയായിരുന്നു, നിന്നോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. ഞാൻ വീണ്ടും ആ ആരാധന കഴിഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, നീ നാട്ടിലേക്ക് കടന്നു ചെല്ലണം. നാട്ടിലേക്ക് കടന്നു ചെന്ന് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ഭവനത്തിൽ ക്രമീകരിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ നാട്ടിൽ വരുവാൻ ഒരു പ്ലാനുമില്ല. ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. എന്നാൽ ദൈവത്തിന്റെ ഹിതമായതുകൊണ്ട് എനിക്കും നാട്ടിലേക്ക് കടന്നു വരുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി. ഞങ്ങൾ കുടുംബമായി ഈ ദേശത്തേക്ക് കടന്നു വന്നു. ഞാൻ ദേശത്ത് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അതിന്റെ 4ാമത്തെ ദിവസമാണ് ഞാൻ ഈ ദേശത്തേക്ക് വരുന്നത്. എന്നാൽ അടുത്ത 3 ദിവസവും ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എങ്കിലും കർത്താവിന്റെ ദാസൻ പറഞ്ഞ ദൈവിക ദൂതന് മുമ്പിൽ കീഴ്പ്പെട്ട് സഭാ പാസ്റ്ററോട് പറഞ്ഞു, ഞങ്ങളുടെ ഭവനത്തിൽ ഒരു 3 ദിവസത്തെ മീറ്റിംഗ് വെക്കണം. ഈ 3 ദിവസത്തെ മീറ്റിംഗ് വെക്കണമെന്ന് പറഞ്ഞ് ദൈവദാസൻ സന്തോഷത്തോടെ അത് ക്രമീകരിച്ചു. ഈ ഉപവാസ പ്രാർത്ഥന ശക്തമായി നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ഈ പ്രാർത്ഥനയുടെ മധ്യത്തിലും നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനുഷ്യരാ, നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങൾ ഉണ്ടാകും. ഇത് വിശ്വാസത്തിൽ ഉറച്ച് പ്രാർത്ഥനയൊക്കെ നടത്തിയെങ്കിലും ഞാൻ എൻ്റെ വൈഫിനെയും കൂട്ടി ട്രിവാൻഡ്രത്തുള്ള ഏറ്റവും നല്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് ഏറ്റവും നല്ലൊരു ഡോക്ടറെ, ആ ട്രിവാൻഡ്രത്ത്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, ഏറ്റവും നല്ലൊരു ഡോക്ടറെ കാണുവാൻ, ഞങ്ങൾ കൺസൾട്ട് ചെയ്യുവാൻ ഞങ്ങൾ അവിടേക്ക് കടന്നുപോയി. ഞങ്ങൾ അവിടേക്ക് കടന്നു ചെന്ന് അവളുടെ പഴയ ട്രീറ്റ്മെന്റിന്റെ രേഖകളൊക്കെയും അദ്ദേഹത്തെ കാണിച്ചപ്പോൾ അദ്ദേഹം ആ ട്രീറ്റ്മെന്റിന്റെ രേഖകൾ നോക്കിയിട്ട് ആ ട്രീറ്റ്മെന്റിന്റെ രേഖകൾ അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ വലിച്ചെറിയുവാനിടയായി. വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടുവാൻ ചാൻസ് ഇല്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 6 മാസത്തെ വിറ്റാമിൻ്റെ ടാബ്ലറ്റ് കഴിച്ചിട്ട് നിങ്ങൾ കടന്നു വാ. കാരണം നിങ്ങൾക്ക്, എൻ്റെ വൈഫിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അതൊക്കെയും
അഭിമുഖീകരിച്ച ഒരു കുഞ്ഞ് ലഭിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. എങ്കിലും നിങ്ങൾ ഒരു 6 മാസത്തെ ടാബ്ലറ്റ് കഴിച്ചിട്ട് കടന്നു വാ എന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ടിന് ഇവളുടെ മുഖത്തേക്ക് എറിഞ്ഞു. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, അദ്ദേഹം ഞങ്ങളെ ഒഴിവാക്കുവാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. കാരണം ഈ കുഞ്ഞുങ്ങൾ കിട്ടത്തില്ല എന്ന് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. ഞങ്ങൾ ഒരു മെഡിസിനും വാങ്ങിയില്ല. ഞങ്ങൾ വീണ്ടും ഭവനത്തിലേക്ക് മടങ്ങി വന്നു. പക്ഷേ ദിനംപ്രതി ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾക്ക് കേൾക്കണമോ, ആ ഡോക്ടർ കിട്ടില്ല എന്ന് പറഞ്ഞ അതേ മാസത്തിൽ തന്നെ അവൾ വീണ്ടും കൺസീവ് ആകുവാൻ ഇടയായി തീർന്നു. അവൾ വീണ്ടും കൺസീവ് ആവുകയും കഴിഞ്ഞില്ല. ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ ഏകദേശം 40 ദിവസമായി. 40 ദിവസമായപ്പോൾ പഴയതുപോലെ അവൾക്കൊരു പെയിൻ വന്നു. ഞങ്ങൾ കരുതി, ദൈവമേ, വീണ്ടും നിങ്ങളെ ശിക്ഷിക്കുകയാണോ, വേദനിപ്പിക്കുകയാണോ? വളരെ വേഗത്തിൽ ട്രിവാൻഡ്രത്തുള്ള തെക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു, ഇവിടെ എടുക്കുവാൻ പറ്റത്തില്ല, SIT-യിലേക്ക് കൊണ്ടുപോകണം. SIT-യിൽ കൊണ്ടുപോയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത്, അവളുടെ ഉദരത്തിൽ കുഞ്ഞുങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞുങ്ങളൊന്നും തന്നെ കാണുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം അബോർഷൻ ചെയ്യണം, എത്രയും വേഗം അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് അബോർഷൻ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ആ റൂമിൽ കൊണ്ടുവന്ന് അവൾ അഡ്മിറ്റ് ചെയ്തു. അനേകർ അവിടെ കിടപ്പുണ്ട്. അനേകർ ഇങ്ങനെ അബോർഷൻ ചെയ്തവരുണ്ട്, ചെയ്യുവാൻ തക്കവണ്ണം കിടക്കുന്നവരുണ്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു, അബോർഷൻ ചെയ്യുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ നാളെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കുഞ്ഞിനെ കണ്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് അബോർഷൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ദിനംപ്രതി അവർ ഇങ്ങനെ സ്കാൻ ചെയ്യും. 1.5 വാരം സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞിനെ ഉദരത്തിൽ കാണുന്നില്ല. എന്നാൽ ഡോക്ടേഴ്സ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എവിടെയോ കുഞ്ഞ് വളരുന്നുണ്ട്. HCG കൗണ്ട് വളരെയധികം കൂടുന്നുണ്ട്. ഇത് കൂടുമ്പോൾ ഡോക്ടേഴ്സ് വന്ന് നമ്മോട് പറയുന്നു, ആ കുഞ്ഞ് ഒരുപക്ഷെ ട്യൂബിലായിരിക്കും വളരുന്നത്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലെ മറ്റെവിടെയോ ആണ് കുഞ്ഞ് വളരുന്നത്. എന്തായാലും SIT-യിലെ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തായാലും അബോർഷൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവർ നമ്മളെ ഹറാസ് ചെയ്യുവാൻ തുടങ്ങി. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, 5 ദിവസമായി, 10 ദിവസമായി. അവസാനം ഡോക്ടേഴ്സ് ഒക്കെ ഞങ്ങളെ ക്രൂരമായി ഞങ്ങളോട് സംസാരിക്കാനിടയായി. എന്നോട് പറഞ്ഞത്, നീ നിന്റെ ഭാര്യയുടെ ജീവൻ വെച്ചാ നീ പന്താടുന്നത്. എന്റെ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മകളുടെ ജീവൻ വെച്ചാ നിങ്ങൾ പന്താടുന്നത്. നിങ്ങൾ ഇത്രയ്ക്ക് ക്രൂരയായി പോയി എന്ന് പറഞ്ഞ് ആ ഡോക്ടേഴ്സ് നമ്മളെ ഹറാസ് ചെയ്യുവാനിടയായി തീർന്നു. അവസാനം അവർ എന്നോട് പറഞ്ഞത്, നീ എങ്ങനെ ഒപ്പിട്ട് തരണം, കാരണം ഈ കുഞ്ഞിന്റെ ജീവൻ അപകടം വന്നാൽ നീയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് നീ ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കണമോ, ഇങ്ങനെ 5 ദിവസമായി, 10 ദിവസമായി, 15 ദിവസമായി ആ ഡോക്ടേഴ്സ് ഒക്കെ നമ്മളെ ഹറാസ് ചെയ്യുവാനിടയായി. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് അന്ന് ഉപവാസ പ്രാർത്ഥനയെങ്കിലും ഇങ്ങനെ ഒരു വാഗ്ദത്ത വചനം തന്ന് നമുക്ക് അത് വീണ്ടും തരുവാനിടയായി തീർന്നു. യെരൂശലേമേ, പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ ഞാൻ നിന്നെ കാക്കും എന്നൊരു അരുളപ്പാട് നമുക്ക് തരുവാനിടയായി. ദേവദാസൻ ഇങ്ങനെ ഒരു കാര്യം കൂടി അന്ന് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരും, പക്ഷേ അതിന്റെ പിന്നിൽ പ്രതികൂലങ്ങളുണ്ട് എന്ന്. നിങ്ങൾക്ക് കേൾക്കണമോ, ഒരു ദിവസം സമയം കടന്നുപോയി. ഒരു ദിവസം അവരുടെ സിസ്റ്റർ കടന്നു വന്നിട്ട് അവളുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ആ നീഡിന്റെ നോബ് വലിച്ചൂരി ഒരു സിറിഞ്ച് അവളുടെ കയ്യിലേക്ക് കുത്തുമ്പോൾ അവളുടെ അമ്മ പെട്ടെന്ന് ആ സിറിഞ്ചിനെ പിടിക്കുവാനിടയായി തീർന്നു. ആ സിസ്റ്ററുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അത് അബോർഷൻ ചെയ്യുവാനുള്ള മരുന്ന് കുത്തിവെക്കുന്നതാ. നിങ്ങൾക്ക് കേൾക്കണമോ, അത് അവളെ കുത്തിവെക്കുവാൻ വേണ്ടി വന്നതല്ല, തൊട്ടടുത്ത് കിടക്കുന്ന പേഷ്യന്റിന് കുത്തിവെക്കുവാൻ വന്ന മരുന്നാണ്. അവളെ കുത്തിവെപ്പാൻ ശത്രു ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചെങ്കിലും എന്റെ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ, പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ, ഇന്നേ വരെ ഒരു ഡോക്ടേഴ്സിന്റെയോ ഒരു നഴ്സിന്റെയും കയ്യിൽ കയറി ഒരു വ്യക്തി പിടിച്ചതായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് അമ്മയെ കൂടി അങ്ങനെ പ്രവർത്തിപ്പാനിടയായി. ദൈവം അവിടെ കാക്കുവാനിടയായി. ഏകദേശം 20 ദിവസം കഴിഞ്ഞു. ആ ഡോക്ടേഴ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ വളരെ ഹീനമായി നമ്മൾ സംസാരിപ്പാനിടയായി. നിങ്ങൾക്ക് കേൾക്കണമോ, അവസാനം 20ാമത്തെ ദിവസം രാത്രി ഞാനും എന്റെ ഹൃദയത്തിൽ ചിന്തിച്ചു, ഇനി എനിക്ക് അവളുടെ ജീവൻ വെച്ച് പന്താടുവാൻ വയ്യ. ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ, നാളെ രാവിലെ ഡോക്ടർ വരുമ്പോൾ അവരോട് പറയണം അബോർഷൻ ചെയ്യുവാൻ സമ്മതിച്ചു എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ SIT ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ബൈക്ക് എടുത്ത് ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം ഇതാ, ദൈവമേ, ഒരിക്കൽ ഞാൻ എൻ്റെ ദേശത്ത് ഒരിക്കൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ കണ്ണുനീരോടുകൂടി ഇറങ്ങി വന്നവനാ. ഞാൻ ഒരിക്കൽ പരാജയപ്പെട്ട് ഇറങ്ങി വന്നവനാ. വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയാണോ, വീണ്ടും കണ്ണുനീരിൻ്റെ അനുഭവമാണോ നീ എനിക്ക് തരുന്നതെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. ഞാൻ ബൈക്ക് ഓടിക്കുന്നുണ്ട്. ഏകദേശം നിയമം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ റിംഗ് ചെയ്യുകയാണ്. ഞാൻ ഫോൺ റിംഗ് ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ സൗദി അറേബ്യയുടെ എൻ്റെ അപ്പച്ചൻ എന്ന് പറയുന്ന വ്യക്തിയാ, ഞാൻ വളരെ ബഹുമാനിക്കുന്ന എൻ്റെ ആത്മീക ഗുരുവാ. അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അപ്പച്ച, എനിക്ക് ഇപ്പോൾ സംസാരിക്കുവാൻ ടൈമില്ല, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ആ ഫോൺ വെക്കാൻ പോകുമ്പോൾ ദേവദാസൻ ആ അപ്പച്ചൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ വെക്കരുത്, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ കേൾക്കണമോ, 2 ആഴ്ച മുമ്പ് ഞാൻ ആ ദേവദാസൻ ഒരു മെസ്സേജ് ഇട്ടിരുന്നു, ഇതുപോലെ അവളെ അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ആവശ്യപ്പെട്ട് മെസ്സേജ് ഇട്ടിരുന്നതാ. പക്ഷെ ആ നിമിഷം ആ അപ്പച്ചൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ, നീ ഒരു കാരണവശാലും
പക്ഷെ നീ ഇത്രയും കേട്ടോ, നീ ഒരു കാരണവശാലും നീ അബോർഷന് വേണ്ടി സമ്മതിക്കരുത്. കാരണം ദൈവം തന്ന കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യുവാൻ നിനക്ക് അധികാരമില്ല, നമുക്ക് അധികാരമില്ല. മറ്റൊരു വ്യക്തിയുടെ സാക്ഷ്യം കൂടി എന്നോട് പറഞ്ഞു. ക്യാൻസർ ബാധിച്ച ഒരു സഹോദരി 12 വർഷക്കാലം കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ മധ്യത്തിൽ അവരുടെ ഉദരത്തിൽ ഒരു കുഞ്ഞൊരുവായി. 3 മാസമായപ്പോൾ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന്, ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞെടുത്ത് പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തു. ആ അമ്മയും കുഞ്ഞും ഇന്നും ജീവനോടെ ഇരിക്കുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് മോനെ, നീ ഒരിക്കലും അബോർഷന് സമ്മതിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ദൈവസന്നിധി വീണ്ടും ബലപ്പെട്ടു. ഞാൻ രാത്രി വീണ്ടും ഭവനത്തിൽ കടന്നു വന്നിട്ട് അമ്മയോട് വിളിച്ചു പറഞ്ഞു, അമ്മ വേണ്ട, അബോർഷന് സമ്മതിക്കരുത് എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഇല്ല മോനെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു കൃത്യത്തിന് നമ്മൾ സമ്മതിക്കരുത്, അങ്ങനെ ഒരു ഒപ്പുതങ്ങൾ ഇട്ടുകൊടുക്കരുതെന്ന്. വീണ്ടും 23-ാമത്തെ ദിവസം, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്, ഒത്തിരി സന്ദർഭങ്ങൾ അതിനിടയിലുണ്ട്. 23-ാമത്തെ ദിവസം നിങ്ങൾക്ക് കേൾക്കണമോ? ആ ഡോക്ടേഴ്സ് എല്ലാം അവസാനം അവളോട് ഇങ്ങനെ പറഞ്ഞു, ഇന്നത്തെ സ്കാനിങ്ങിൽ ആ കുഞ്ഞ് ഉദരത്തിലില്ല എങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ ഈ അബോർഷന് സമ്മതിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവളെ സ്കാനിങ്ങിന് കൊണ്ടുപോകുവാനിടയായി. ഞാൻ അപ്പോൾ ഹോസ്പിറ്റലിലില്ല, ഞാൻ നാരായണയുടെ ദേശത്ത് ഉണ്ട്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ രാവിലെ തന്നെ അവളുടെ ഫോൺ കോൾ വരുന്നുണ്ട്. ക്ഷമിക്കുക, എന്റെ സമയം കഴിഞ്ഞു പോയി. അവളുടെ ഫോൺ കോൾ വരുന്നുണ്ട്. അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ, ഒരു സന്തോഷ വാർത്തയുണ്ട്, യൂട്രസിനകത്ത് ഒരു കുഞ്ഞ് കാണുന്നു എന്ന് ഡോക്ടേഴ്സ് പറയുവാൻ തക്കവണ്ണമിടയായി. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്ന് പറയുവാനിടയായി. ഞാൻ അവളോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ദൈവം ഡോക്ടേഴ്സ് മറ്റൊന്നും പറഞ്ഞില്ലേ എന്ന്. അവൾ എന്നോട് പറഞ്ഞത്, ഇരട്ട കുഞ്ഞുങ്ങളില്ലേ എന്നായിരിക്കും. ഇല്ലേ, ദൈവം ഒന്ന് തന്നതിൽ സന്തോഷിക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ എന്റെ അപ്പൻ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം തരുമെന്നാ. ഞാനത് പറഞ്ഞ് സന്തോഷത്തോട് തന്നെ ഫോൺ വെച്ചു. ഞാൻ എങ്കിലും ദൈവത്തോട് അന്നും അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം നീ എനിക്ക് ഇരട്ടിയായി പകരം നൽകുമെന്നല്ലേ വാഗ്ദത്തം ചെയ്തത് എന്ന് ഞാൻ അപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരം 3 മണി സമയത്ത് ഞാൻ SIT ഹോസ്പിറ്റലിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഏകദേശം 10 കൂടെ കഴിയുമ്പോൾ വീണ്ടും അവളുടെ ഫോൺ വരികയാണ്. അവൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഒരു PG വന്നു, മറ്റൊരു ഡോക്ടർ വന്നു, നിങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് പരിശോധിച്ചിട്ട് അവരിങ്ങനെയാ പറഞ്ഞത്, ശാലേ, നിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞല്ല 2 കുഞ്ഞുങ്ങൾ വളരുന്നു എന്ന് ആ ഡോക്ടേഴ്സ് പറയുവാൻ ഇടയായി തീർന്നു. നിങ്ങൾക്ക് കേൾക്കണമോ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന എന്റെ ദൈവം, വാഗ്ദത്തങ്ങളെ വിശ്വസ്തനായ എന്റെ ദൈവം. മനുഷ്യൻ പറഞ്ഞാലോ അസാധ്യമെന്ന് പറഞ്ഞാലോ എന്റെ അപ്പൻ എന്നോട് വാഗ്ദത്തം ചെയ്തതുകൊണ്ട് ഇരട്ട കുഞ്ഞുങ്ങളെ തന്നെ എനിക്ക് ദാനമായി നൽകുവാൻ ഇടയായി തീർന്നു. ഇതിനിടയ്ക്ക് ഒത്തിരി പ്രതിസന്ധി വന്നു, പറയുവാൻ സമയമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അവിടുന്ന് സന്തോഷത്തോടെ UKG-യിൽ പഠിക്കുകയാണ് 2 കുഞ്ഞുങ്ങളോ. എനിക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് ഇങ്ങനെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവം അവൾക്കൊരു ദർശനം കൊടുത്തു. ആ ദർശനം ഇങ്ങനെയായിരുന്നു, അവൾ വലത്തെ കയ്യിൽ ഒരു കുഞ്ഞിനെ പിടിച്ച് നടക്കുന്നു, അവളുടെ ഇടുപ്പത്ത് ഒരു കുഞ്ഞിരിപ്പുണ്ട്, അവൾ പൂർണ്ണ ഗർഭിണിയായി നടക്കുന്നു. അപ്പോൾ നോക്കണേ, ഒരു കുഞ്ഞ് വലത്തെ കയ്യിലുണ്ട്, ഒരു കുഞ്ഞ് ഇടുപ്പത്തിലിരിക്കുന്നു, ഒരു പൂർണ്ണ ഗർഭിണിയായി അവൾ നടക്കുന്നു. ഇങ്ങനെ ഒരു ദർശനം കൊടുത്തു. പക്ഷെ ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് കേൾക്കണോ? നമ്മൾ എല്ലാവരും മറന്നുപോയി ആ ദർശനം. പക്ഷേ കാലത്തിന്റെ മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് ഞാനിങ്ങനെ അവളുടെ പ്രഗ്നൻസി നിർത്തുവാൻ ഞാൻ പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. പക്ഷെ അവളുടെ ശരീരത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അവരാരും തന്നെ ഇല്ല, അത് നിർത്തുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. 5 വർഷം കഴിയാതെ അല്ലെങ്കിൽ 3 വർഷം കഴിയാതെ അത് നിർത്തുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അവൾ വീണ്ടും കൺസീവ് ആകുവാൻ 3ാമതൊരു തലമുറയെ കൂടി എൻ്റെ ജീവിതത്തിൽ തരുവാനിടയായി തീർന്നു. അന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ അപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്, നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനെന്ന് നോക്കണമേ. കുഞ്ഞുങ്ങളില്ലാതിരുന്ന സമയത്ത് ദൈവം അവൾക്കൊരു ദർശനം കൊടുത്തു. പക്ഷെ നമ്മളത് മറന്നുപോയി. എങ്കിലോ വാക്ക് പറഞ്ഞവൻ മാറാത്തവനായതുകൊണ്ട്, ദർശനം കൊടുത്തവൻ മാറാത്തവനായതുകൊണ്ട് അതുപോലെ 3 കുഞ്ഞുങ്ങളെ എനിക്ക് ദൈവം നൽകുവാൻ തക്കവണ്ണമിടയായി. വൈദ്യശാസ്ത്രം പറഞ്ഞത് അവർ ആരോഗ്യത്തോടെ നടക്കത്തില്ലെന്ന, അവർ മന്ദബുദ്ധിയായി പോകുമെന്ന. എന്നാൽ നല്ല ബുദ്ധിയുള്ള, നല്ല ആരോഗ്യമുള്ള 3 പെൺമക്കളെ ദൈവം എനിക്ക് തന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ സാക്ഷിയായി നിൽക്കുന്നത് എന്റെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാനാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, വൈദ്യശാസ്ത്രം ഈ ലോകം നിങ്ങളോട് എന്തെങ്കിലും അസാധ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ അപ്പനാൽ കഴിയാത്ത കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഉയർത്തുന്ന ഈ ക്രിസ്തുവിനാൽ കഴിയാത്ത കാര്യമൊന്നുമില്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വിരാമം കുറിക്കട്ടെ. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കരമടിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇതുപോലെ ജീവിക്കുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട്. രേഖ പറയിപ്പിക്കാൻ സമയം കൊടുത്തു കഴിഞ്ഞാൽ ദൈവദാസന് സമയം കിട്ടത്തില്ല. വേഗത്തിൽ രാജപ്രവർ മുന്നോട്ട് ഓടി വന്നിട്ട് പെട്ടെന്ന് തന്നെ സ്വാഗതവും നന്ദിയും തൻ്റെ ദാസൻ പെട്ടെന്ന് തന്നെ പറയണം. ദൈവദാസന് സമയം കൊടുക്കേണ്ടതാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ബഹുമാനപ്പെടുത്താം.
പറയാത്തത് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും എന്ന് വിശ്വസിക്കുക. വേദിയിലിരിക്കുന്ന പാസ്റ്റർ, ഇവിടെ കീബോർഡ് വായിച്ചവരും പാട്ട് പാടിയെന്ന് വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ മുമ്പ് ഒന്ന് സംസാരിക്കുമെന്നോ ഒരിക്കലും വിചാരിച്ചല്ല ഞാൻ വന്നത്. അപ്പം പ്രത്യേകിച്ച് എനിക്ക് ഞാൻ ഇപ്പം ഒരു സാക്ഷി പറഞ്ഞില്ലേ ബ്രദർ, ഇവരും ഒരു ഇതേപോലെ അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൺവെൻഷൻ നടത്തിയപ്പോൾ, ഇതേപോലെ മിനി കൺവെൻഷൻ വെച്ച് നടത്തിയപ്പോൾ അവിടെ നിന്ന് പരിചയപ്പെട്ട വ്യക്തിയാണ് അവർക്കും വലിയ സാക്ഷികളുണ്ട്. അതേപോലെ അവർ പറഞ്ഞതിൽ പകുതി സാക്ഷി എനിക്കുമുണ്ട്. എനിക്കും കല്യാണം കഴിഞ്ഞ് 7-8 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നിട്ടും എനിക്ക് ദൈവം കുഞ്ഞ് തന്നു. അതിനുശേഷമാണ് ഈ മാർക്കത്തിൽ വന്നതും ഇതിൽ തിരിയുന്നത്. അതുകൊണ്ട് ആ സാക്ഷിയിൽ ഞാൻ തരുന്നില്ല. ഇവർക്ക് ഇല്ലാത്തതിൻ്റെ വിഷമം അറിയാൻ പറ്റുള്ളൂ, അല്ല പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. ഒത്തിരി നാട്ടുകാരിൽ ഒത്തിരി പരിഹാസമെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി അവർ പറഞ്ഞതിന് ഓർത്ത് ആ കുഞ്ഞുങ്ങൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ വേദിയിൽ നിങ്ങളുടെ ഇവിടെ ഫ്രണ്ടിൽ വിളിക്കുമായിരുന്നു. അവരെ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ടാണ് വരാത്തത്. പിന്നെ ഇവിടെ വയ്ക്കാൻ നിമിത്തമായത് എൻ്റെ അടുത്ത് ഞാനിങ്ങനെ വളരെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഒരു 4-5 വർഷത്തിന് മുമ്പ് എനിക്കിതേപോലെയൊക്കെ ഇതേപോലെ കൺവെൻഷനൊക്കെ എവിടെയെങ്കിലുമൊക്കെ വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചിലയിടത്തൊക്കെ വയ്ക്കാൻ പോകുമ്പോൾ ഒത്തിരി വഴക്ക് പറയുന്ന സ്ഥലങ്ങളുമുണ്ട്. ചിലയിടത്ത് പോകുമ്പോൾ ഇവിടെ കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ അവർ 2-3 വ്യക്തികൾ മദ്യപിക്കാൻ വന്ന ആ സ്ഥലത്താണ് നമ്മൾ ഇതേപോലെ മിനി കൺവെൻഷൻ വെച്ച് നടത്തുന്നത്. അവർ ഈ സ്റ്റേജിൻ്റെ കാലുകളെല്ലാം പിടിച്ച് വലിച്ച് ഈ സെൻറ്റർ ഇങ്ങനെ താന്നു വന്നപ്പോൾ അവർക്ക് തന്നെ കുറ്റബോധം തോന്നി. അവർ തന്നെ അതിനെ നിർത്തി നമുക്ക് പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് അവർ തന്നെ മാനസാന്തരമായ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മണലി ഭാഗത്തിലൊക്കെ പോയി കൺവെൻഷൻ വെച്ചപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മലയുടെ മുകളിൽ നിർത്തി ചാടി ആത്മഹത്യ ചെയ്യാൻ വരുന്ന അവിടെയും ഇതേപോലത്തെ സുവിശേഷ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ഒരുപാട് അനുഭവ സാക്ഷികൾ പലയിടങ്ങളിലും ഞങ്ങൾ ഇവിടെ മാസം തോറും പലയിടങ്ങളിൽ കൺവെൻഷൻ വയ്ക്കുന്നു. ഈ കൺവെൻഷൻ കഴിഞ്ഞ ആഴ്ചയിലാണ് വയ്ക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇവിടെ അടുത്ത് ഒരു കൺവെൻഷൻ നടന്നതിനാണ് ഒരാഴ്ച മാറ്റി ഈ വേഴം വെള്ളി ശനി നടത്തുന്നത്. നമുക്ക് ഇനിയും എല്ലാ മാസവും ലാസ്റ്റ് വേഴം വെള്ളി ശനി വേഴം വെള്ളി ശനി അങ്ങനെയാണ് കൺവെൻഷൻ നടത്തുന്നത്. നമ്മുടെ ടീമിൽ വരുന്നവരാരും സാമ്പത്തികമുള്ളവരോ അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസമുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരല്ല. എല്ലാവരും ഒരു സ്വന്തം ഇഷ്ടം പണി ചെയ്ത് ഇതേപോലെ ഓരോരുത്തർക്ക് പഠിക്കുന്നവരുണ്ട്, എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുന്നവരുണ്ട്. ഓരോരുത്തരും നമ്മൾ ക്ഷണിക്കാതെ തന്നെ അവർ വന്നവരാണ്. ഇതെല്ലാവരും വിഗ്രഹം വന്നവരാണ്. ഇവിടെ വയ്ക്കാൻ കാരണം ഞാൻ അനിൽ പാസ്റ്ററുമായിട്ട് ഇങ്ങനെ സംസാരിച്ചവൻ പറഞ്ഞു, ബ്രദർ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടോ എന്ന് നമുക്ക് അവിടെ വയ്ക്കാമോ? ഞാൻ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷം. അങ്ങനെ അനിൽ പാസ്റ്ററുമായിട്ട് ഞാൻ ഇവിടെ സംസാരിച്ച് ഈ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അവർ പൂർണ്ണമായിട്ട് പറഞ്ഞു, ഞങ്ങൾ 6-7 മാസം കൊണ്ട് ഇവിടെ അങ്ങനെ ഗ്രൗണ്ടിൽ ഒന്നും വയ്ക്കാതെ എന്തെങ്കിലും ഒരു കൺവെൻഷൻ വച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ നോക്കാനും അവർ വീട്ടിൽ സംസാരിക്കുവാനും അന്ന് തൊട്ട് ഇന്ന് വരെ ആ വീട്ടുകാർ നമുക്ക് വേണ്ടി നല്ല രീതിയിൽ, ഉദാഹരണം പറഞ്ഞ് നമ്മൾ ചിലയിടങ്ങളിൽ പോകുമ്പോൾ ഒരു വെള്ളം പോലും കിട്ടത്തില്ല. ഇവിടെ വെള്ളത്തിൻ്റെ പുറത്ത് നല്ല ആഹാരത്തിന് എന്ത് പറയാം, അവരുടെ സ്നേഹം തന്നെ ഇതിൽ വളരെ അനുഗ്രഹമായിരുന്നെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ആ കുടുംബത്തിനെ ഓർത്ത് ഞാൻ നന്ദി അറിയിക്കുന്നു. നമ്മൾ അവിടെ വീട്ടിലുള്ളവർ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ഒത്തിരി പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹബന്ധനം ഞാൻ അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഫസ്റ്റ് ദിവസം പ്രസംഗിച്ച നമ്മുടെ ഷൈൻ ബ്രദർ പാസ്റ്റർ, അവർക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ട അന്ന് മുതൽ ഇന്ന് വരെ ഇനിയും നല്ല സുവിശേഷം നിങ്ങൾ പ്രവർത്തിക്കണം. ഈ ടീമിലും കൂടുതൽ പ്രവർത്തിക്കണം. നിങ്ങൾ എന്തൊക്കെ ദൈവം പറയുന്നു അതെല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ ഞങ്ങളെ ഇങ്ങ് ഓർമ്മിക്കുക. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും ഇതേപോലെ വന്ന് ഈ ടെൻറ്റ്, ഈ സാധനങ്ങൾ, ഈ മൈക്ക് സിസ്റ്റം, നമുക്ക് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇത്രയും കാണുന്നത് തന്നെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ കുറച്ചുകൂടെ ടെൻറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് സെറ്റുകളെല്ലാം കുറവും. ഞങ്ങൾ ആരെയും അത് ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു ഉദ്ദേശവുമല്ല. ആരെങ്കിലും രക്ഷിക്കപ്പെടണം എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് ഞങ്ങൾ ഈ കൺവെൻഷൻ വയ്ക്കുന്നത്. നിങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഇതേപോലെയൊക്കെ കൺവെൻഷൻ വയ്ക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ആരെങ്കിലും ഇതേപോലെ കൺവെൻഷൻ വച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് ചീത്ത വിളിച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ഞാൻ.
അപ്പോൾ ആ വ്യക്തിയെ ദൈവം ഇവിടെ കൊണ്ട് നിർത്തി നിങ്ങളെടുത്ത് 2 വാക്ക് പറയണമെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം നമ്മളെ ഉയർത്തിയതാണ്. നിങ്ങളെല്ലാവരും ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങൾ ആരെടുത്തെങ്കിലും അറിയിക്കുക. അത് ആ പ്രതിഫലം ദൈവം തരും. അടുത്ത നമ്മുടെ ദൈവദാസൻ 2ാമത് പ്രസവിച്ച ശ്രീകുമാർ പാസ്റ്റർ, അവർക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. കണ്ട അന്ന് മുതൽ വളരെ സ്നേഹത്തോടെ ഒരു പ്രതിഫലം തന്നെ നമ്മുടെ അടുത്ത് ഇതുവരെയ്ക്ക് ആരും പ്രതിഫലം വാങ്ങുന്നില്ല. അത് എന്താണെന്ന് അറിയില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആരും വരുന്നവരാരും പ്രതിഫലം ഉദ്ദേശിച്ച് വരുന്നവരാരും അല്ല. അവർ വേണമെങ്കിൽ ഇങ്ങോട്ട് തന്നിട്ട് പോകുന്ന അങ്ങനെയുള്ള ഒരു പാസ്റ്ററിനെ ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മൾ പരിചയപ്പെട്ട അനിൽ പാസ്റ്റർ, അവരെ ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് വേറെ ഒരു എഗ്രിമെൻ്റ് പോലെ നമ്മൾ ചെയ്തിരിക്കണം. ഞങ്ങൾ മാസം ഒരു കൺവെൻഷനാണ് വയ്ക്കുന്നത്. പാസ്റ്റർ നമ്മുടെ കൂടെ സഹകരിക്കുന്നെങ്കിൽ ഇപ്പോൾ 2 കൺവെൻഷൻ വയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിൽ ഒരു സെഷൻ നമ്മളെ ടീമും ഒരു സെഷൻ അനിൽ പാസ്റ്ററിൻ്റെ രീതിയിൽ. അത് അനിൽ പാസ്റ്റർ തന്നെ ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ജനുവരി മുതൽ എനിക്ക് അങ്ങനെ വയ്ക്കാൻ താല്പര്യമുണ്ട്. അവരെ ഓർത്ത് ഞാൻ നന്ദി അറിയിക്കുന്നു. അതേപോലെ പാടാൻ വന്നിരിക്കുന്ന കീബോർഡ് വായിക്കാൻ വന്നിരിക്കുന്നവർക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു. അതേപോലെ പാസ്റ്ററിൻ്റെ മകനും കൂട്ടുകാരനും എനിക്ക് അവർക്ക് 2 പേർക്ക് നന്ദി അറിയിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർ തന്നെ തുടക്കം മുതൽ ഇന്ന് വരെ നമ്മളെ കൂടെ നിന്ന് ഇതൊക്കെ ടെൻറ്റ് വർക്കൊക്കെ ചെയ്യുവാനും കൂടെ നിന്ന് അവർക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു. നമ്മൾ ഇതെല്ലാം ചെയ്തെങ്കിലും ഈ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കാരണം നമ്മളിതെല്ലാം ചെയ്ത് വെച്ചിട്ട് വന്നില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ഇതിലാണ്. ഈ ഏരിയയിലുള്ളവരെ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വന്നിട്ട് ഇവരെല്ലാവരും നല്ല സഹകരണമായിരുന്നു കേട്ടോ. ഈ ഏരിയയിലുള്ളവരെല്ലാവർക്കും എനിക്ക് പ്രത്യേകിച്ചും പേരുകളൊന്നും പറയാൻ പറ്റില്ല, ഇതറിയില്ല. പക്ഷേ ഇനി എനിക്ക് നന്ദി പറയാൻ അറിയാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ ജോമോൻ പാസ്റ്ററിനെ ഞാൻ ഇതിലേക്ക് വേദിയിലേക്ക് അതിന് മുമ്പ് നിങ്ങളെല്ലാവരും പാട്ട് പാടിയേട്ടാ. ഇതിലുള്ളവരെല്ലാം രാഗമുള്ളവരോ അല്ലെങ്കിൽ ഇത് അങ്ങനെയുള്ളവരാരുമില്ല. നിങ്ങൾക്ക് തന്നെ തുടക്കം മുതൽ അറിയാം. അവരെ കൊണ്ട് കഴിയുമെന്നുള്ളതുപോലെ അവരൊക്കെ പാടിയിട്ടുണ്ട്. നമ്മുടെ ടീമിലും അങ്ങനെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാടാനും അവസരമുണ്ട്, സാക്ഷി പറയാനും അവസരമുണ്ട്. ഇതേപോലെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാറുണ്ട്. ഞാനും 2 വരി പാട്ട് പാടാൻ ആഗ്രഹിക്കുകയാണ്. 2 വരി പാട്ട് പാടുമ്പോൾ കുഞ്ഞുങ്ങൾ മുൻപോട്ട് വന്ന് സ്വതന്ത്ര കാഴ്ച വഴിപാട് സ്വീകരിക്കുക. വിശുദ്ധിയെ തികച്ചു നമ്മൊരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസം ഏറെയില്ല. വിശുദ്ധിയെ തികച്ചു നമ്മൊരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസം ഏറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങി. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങി. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിരുന്നു. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിരുന്നു. രാജ്യങ്ങളോടൊത്തു തുടങ്ങിയല്ലോ രാജ്യങ്ങളോടൊത്തു തുടങ്ങിയല്ലോ ഒരിട. വിശുദ്ധിയെ തികച്ചു താമസം ഏറില്ല. വിശുദ്ധിയെ തികച്ചു താമസം ഏറില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നു ഒരുങ്ങി.
അപ്പോൾ അതേപോലെ നമ്മുടെ ടീമിൽ ഉള്ളവർക്ക് വേണ്ടിയിരിക്കുക. അതേപോലെ ഒരു വാക്ക് എന്തായാലും മൈക്ക് പിടിക്കാൻ അറിയാത്ത ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു കൺവെൻഷൻ വെച്ചപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കൂടെ നിന്ന ബിജു ബ്രദറുണ്ട്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യാനും നിങ്ങൾക്ക് ഒരു വാക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് എൻ്റെ വിശ്വാസം കൊണ്ട് ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ടീമിൽ വിൽസ് ബ്രദറുണ്ട്. ഇവരെയൊക്കെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അതേപോലെ പാസ്റ്ററിൻ്റെ മകനെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. നമ്മളെ കൂടെ നിൽക്കുകയാണ്. അവർക്ക് വേണ്ടി എല്ലാവർക്കും ഒരു പ്രാർത്ഥിക്കണം. അതേപോലെ നമ്മുടെ ബിജു ബ്രദർ പ്രത്യേകിച്ച് വന്ന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നന്നായിരിക്കും. എന്തെങ്കിലും വന്നാൽ എല്ലാവർക്കും ഒരു നന്ദി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതേപോലെ നമ്മുടെ കീബോർഡ് വായിക്കുന്ന ശ്രീജിത്ത് നമ്മുടെ എല്ലാവരും ഇതിൽ കൂടെ നിൽക്കുകയാണ് വേണ്ടി ഇത് പറയുന്നു. അതിനുശേഷം നമ്മുടെ പാസ്റ്ററിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. രാമദാസൻ മുന്നോട്ട് വന്നാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രീ യേശു ജയ മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ ചെറിയ പ്രോഗ്രാംസ് ഞങ്ങളുടെ കന്നാമ്പൂട്ടിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ആരംഭിക്കുവാനിടയായി തീർന്നു. അതിനോടൊപ്പം എനിക്കും ഭാരഭാഗിയായി തീരുവാനും ഞങ്ങളുടെ സഭയിലെ ഒരു വിശ്വാസിയായി കണ്ടുമുട്ടിയ നാൾ മുതൽ ഇന്ന് വരെയും തൻ്റെ ദാസനായിരിക്കുന്നു. തൻ്റെ ദാസൻ്റെ പുറകിൽ ഒരു പിന്താങ്ങായി എനിക്കും കടന്നു വരുവാൻ ഈ ടീമിനോട് ചേർന്ന് പങ്കുചേരുവാൻ ദൈവം ഭാഗ്യമൊരുക്കി. ഒരു വർഷമായി ഞങ്ങൾ പലയിടങ്ങളിലായി കർത്താവിൻ്റെ വേല ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. വിൽസ് ബ്രദർ മുൻപോട്ട് വന്നാട്ട് ദാസ് അദ്ദേഹത്തിന് 2 വാക്ക് പറയാൻ ആഗ്രഹിച്ച് മൈക്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം നമ്മോട് 2 വാക്ക് പറയും. യേശു ക്രിസ്തുവിൻ്റെ നാമം അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ എൻ്റെ പ്രായത്താണെങ്കിൽ ഇതിനൊക്കെ എതിരായിട്ടും ഭയങ്കര ശക്തമായിട്ടും നമ്മൾ ആരാധനയൊക്കെ നടത്തുന്നിടത്തൊക്കെ ചെന്ന് ബഹളം ഉണ്ടാക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മളെ കൂടുതലും വിശ്വാസികൾ പെണ്ണുങ്ങളാണ്. അവരെയൊക്കെ നമ്മൾ ഒരുമാതിരി ബന്ധേകോസ് ഏറ്റവും ഹിന്ദുക്കളായിട്ട് എതിർത്തായിട്ട് ഇതിന് എതിർപ്പായിട്ട് നിന്നത് ഏറ്റവും കൂടുതൽ നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം ഇപ്പോൾ ഇത് പറയാൻ പോയ സാക്ഷികളും എങ്ങനെ ഇതിൽ വന്നെന്നുള്ളത് മണിക്കൂർ കണക്കിൽ പറഞ്ഞാൽ പോലും തീരില്ല. അത്ര പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും സാഹചര്യത്തിലും എല്ലാം കൂടെ ദൈവം എൻ്റെ ഉള്ളിൽ വന്ന് അതിനുശേഷമാണ് നമ്മളിങ്ങനെ ഇതായത്. അതിനുശേഷം ഇപ്പോഴും വന്നിട്ട് യേശുവിന് വേണ്ടി ഇത്രയും അധികം ഇഷ്ടത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ എത്രത്തോളം പ്രാർത്ഥിപ്പാനും ഇതേപോലെ കൺവെൻഷൻ വെച്ച് നടത്തുവാനും എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ സമയം മുഴുവനും ഞങ്ങൾ ഇതിനു വേണ്ടി എൻ്റെ മോയുണ്ട് എല്ലാവരും ഇതിന് ദൈവത്തിന് വേണ്ടി പാട്ട് പാടുവാനും എൻ്റെ ഭാര്യയുണ്ട്. ഭാര്യ ഗൾഫിലാണ് ഇരിക്കുന്നത്. ദൈവം ഇതിൽ നിന്നോ കഷ്ടത്തിലും ദാരിദ്ര്യം ദുഃഖത്തിലും എല്ലാത്തിലും പ്രയാസത്തിലൊക്കെ ആയിരുന്നു. ദൈവം അനുഗ്രഹിച്ച് എനിക്കും ഒരു ജീവിത മാർഗത്തിലുണ്ട്. അത് ചെയ്തിട്ടാണ് ഈ ജോലിക്ക് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സത്യത്തിൽ നമ്മൾ നിന്ന് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജാണ്ണനും ഇതിനെ ആ കുടുംബത്തെ ത്യാഗത്തോടും നല്ല ബുദ്ധിമുട്ടോടുമാണ് ത്യാഗത്തോടാണ് ഇതൊക്കെ ചെയ്യുന്ന ഓരോ ദിവസവും ബുദ്ധിമുട്ടുന്ന ആ സാഹചര്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണീരൊന്നു പോകും. ആ സാഹചര്യം ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. ഇനിയും വലുതായിട്ടും ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ വേണ്ടി തന്നെ എൻ്റെ പിള്ളേർ പാട്ട് പാടിയും മോൻ കീബോർഡ് പഠിക്കുന്നുണ്ട്. എല്ലാവരും ഇത് ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ നമ്മൾ കുടുംബമായിട്ട് നിൽപ്പാൻ തന്നെ ആഗ്രഹിക്കുന്നു. സാക്ഷികളൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ ഒരുപാട് മണിക്കൂർ കണക്ക് പറഞ്ഞ ഇതിൽ എങ്ങനെ വന്നെന്നുള്ളത് അതിൻ്റെ സാഹചര്യങ്ങളും ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അതിശയങ്ങളെല്ലാം സർവശക്തനാണ്, നീതിമാനാണ്, വലിയവനാണ്, അത്ഭുത മന്ത്രിയാണ്, വീരനാണ്, ദൈവമാണ്, സർവശക്തനാണ്. ദൈവത്തിന് ഒരുപാട് പേരുകളുണ്ട്. ജീവിപ്പിക്കുന്നവനാണ്, രോഗം സൗഖ്യമാക്കുന്നവൻ, ദയാലുവാണ്. അപ്പോൾ ഇതൊന്നും പറഞ്ഞു തീരുകയില്ല. അങ്ങനെയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ഞാൻ ജീവനോട് നിൽക്കുന്നു. ഭൂമിയിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഈ ലോകം വിട്ട് അവസാനിച്ചേനെ അങ്ങനെ നടന്ന ഒരു വ്യക്തിയാണ്. വെള്ളാടി ഉപദ്രവങ്ങളും എല്ലാ കൂട്ടുകെട്ടുകളും പ്രശ്നവും വില്ലനും അങ്ങനെയൊക്കെ നടന്ന ഒരു എൻ്റെ സ്വദേശം വന്നിട്ട് ചെറുവാരക്കൊണ്ടാണ് അന്വേഷിച്ചറിയാം. ഇന്നുള്ള വിൻസും അന്നുള്ള വിൻസിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഒന്നും പറയുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുത്തുകയാണ്. നമ്മൾ ഇനിയും കർത്താവിന് വേണ്ടി നിൽപ്പാൻ കുടുംബമായിട്ടും രാജാവിൻ്റെ കൂടെ നിന്നും ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ നിൽക്കുകയാണ്. എന്ത് വന്നാലും കഷ്ടത്തിൽ കൂടെ ഇതൊക്കെ നടത്തി എൻ്റെ സാക്ഷിയാണ്. ചുരുക്കമായ ഒരു സാക്ഷി
വിസ്മൃതം പറയുവാനിടയായി. ഒരുപാട് നാടിനും വീടിനും തലവേദനയായി ഈ രാജൻ ബ്രദറും വിൽസ് ബ്രദറും ഒക്കെ ആയിരുന്നു. പക്ഷെ അവരെയൊക്കെ ദൈവം പിടിച്ച് ഇത്രമേൽ ദൈവം മാനിക്കുവാനിടയായി. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സ്റ്റേജ് ഇതെല്ലാം ഈ രാജൻ ബ്രദറിൻ്റെയാണ്. കർത്താവിൻ്റെ ദാസിന് വേണ്ടി നിങ്ങൾ ശക്തമായി ഓർക്കുമ്പോഴൊക്കെ കർത്താവിൻ്റെ ദാസിന് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സമയം നമ്മുടെ മധ്യേ ഒരുപാട് പോയി. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വേഗത്തിൽ അതൊന്നും പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്ക് വചനം കേൾക്കണമല്ലോ. ഇന്ന് രാത്രി നമ്മോട് ദൈവവചനം സംസാരിക്കാനായി കടന്നു വന്ന അഭിഷക്തൻ അനിൽ ജി ഗോപാൽ അവരുകളാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനെ കരം തട്ടി നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരും കരങ്ങൾ ചേർത്ത് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഒരു നിമിഷം കൂടെ കർത്താവിനോട് എന്നെ വന്നത് വെറുതെയല്ല എന്ന് നിന്റെ ദൈവം അറിയേണ്ടത്. ആമേൻ. ഈ മൈക്രോഫോണിലൂടെ ശബ്ദം കേട്ടുകൊണ്ട് അനേകം തകർക്കപ്പെട്ടവർ, ഇന്ന് രാത്രി അനേകർക്ക് ആശ്വാസമായി തീരേണ്ടത്, ഇന്ന് രാത്രി കൺവെൻഷന്റെ 3ാമത്തെ ദിവസം അനേകരുടെ രക്ഷയുടെ ദിവസമായി തീരേണ്ടതിന് ഇന്ന് രാത്രി സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യേണ്ടതിന് നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഈ കൺവെൻഷന്റെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആമേൻ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി, ജീവനും ആത്മാവുമായി ചലിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി, ഇരുവായ്ത്തലയുള്ള ഏത് വാണിനെക്കാളും മൂർച്ചയോടെ സഞ്ചരിക്കുന്ന ദേഹവും ദേഹിയും ആത്മാവിനെയും വേർതിരിക്കുന്നവരെ തുളച്ചു ചൊല്ലുന്ന ദൈവവചനത്തിന്റെ ശക്തി, അവൻ ഇന്ന് രാത്രി സ്വർഗം കണ്ടുവച്ചിരിക്കുന്ന വ്യക്തികളുടെ ഹൃദയവാതിലുകളിൽ കിടന്നു മുട്ടട്ടെ. ഇന്ന് രാത്രി ചില വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഇന്ന് രാത്രി ചില വാതിലുകൾ തുറന്ന സർവശക്തൻ ചില ഹൃദയ കവാടങ്ങൾക്കകത്ത് പ്രവേശിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി നരകമടിയപ്പെടേണ്ടതിന് ഈ ദേശത്തിന്റെ നടുവിൽ ആമേൻ ഒരു വലിയ മഹത്വം ചലിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി, ഈ കൺവെൻഷന്റെ അവസാനത്തെ രാത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി ബുദ്ധിക്കതീതമായ ചില പ്രവർത്തികൾ, ആമേൻ, ബുദ്ധിക്കതീതമായ ചില ദൈവിക മഹത്വങ്ങൾ ഇതിനകത്ത് സംഭവിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് ഈ കൂട്ടായ്മ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി വീരനായി ഇറങ്ങി വരുന്ന ആമേൻ അത്ഭുതമോ മേഘയുമായവൻ, ആമേൻ, ഇന്ന് രാത്രി ആമേൻ മാറത്ത് പൊൻകച്ചി അണിഞ്ഞ വെള്ളോട്ടിന് സദൃശ്യമായ കാലുമായി ആമേൻ നക്ഷത്രങ്ങളെ വലങ്കയിൽ പിടിച്ച ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ഉലാവുന്നത് കാണുവാൻ ഒരു തലമുറ ആവലോതിയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഒരു മഹത്വം, എല്ലാ കണ്ണുകളും അടച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു മഹത്വം ഇതിനകത്ത് ചലിക്കാൻ പോവുകയാണ്. ആരെങ്കിലും പരിശുദ്ധാത്മാവ് തൊടുന്നു. തകർന്നുപോയ ചിലതിനെ പരിശുദ്ധാത്മാവ് തൊടാൻ പോവുകയാണ്. നീ തകരാനുള്ളവനല്ലെന്ന് ആരോടോ പറയാൻ ഇതിനകത്ത് നിന്റെ രാജാവ് വന്നിട്ടുണ്ട്. നിന്റെ ഉടയവൻ നിന്നെ തേടി വന്നിട്ടുണ്ട്. നീ ആർക്കും വേണ്ടാത്തവനാണെന്ന് നീ പറഞ്ഞില്ലേ? ഇന്ന് രാത്രി നീ എനിക്കുള്ളവനെന്ന് പറയാ. ഇന്ന് രാത്രി ഹൃദയങ്ങളെ തൊടുകയാണ്. നീ എവിടെ നിൽക്കുന്നു എന്നുള്ളത് സാരമില്ല. നീ കടവരാന്തയിലാണെന്നുള്ളത് സാരമില്ല. നീ നിൽക്കുന്നതാണോ എന്നുള്ളത് സാരമില്ല. നീ കർത്താവിലേക്ക് നീ നിന്നെ ഉയർത്തിക്കോ. നിന്റെ രക്ഷയുടെ മുഖത്തേക്ക് നീ ഉയർത്തിക്കോ. അവൻ ഇന്ന് രാത്രി നിന്റെ രക്ഷ ഇറങ്ങി വരികയാണ്. അവൻ നിന്റെ മറുപടി ഇറങ്ങി വരികയാണ്. നാമത്തിന്റെ മുമ്പിൽ എല്ലാ പിശാചിന്റെ ആ നാമത്തിന്റെ മുമ്പിൽ വാതിലുകൾ തകരും. ആ നാമത്തിന്റെ മുമ്പിൽ ഇരുമ്പോടാമ്പലുകൾ തകരും. ആ നാമത്തിന്റെ മുമ്പിൽ പൈശാചിക കോട്ടകൾ അടിയും. ആ
ആ നാമത്തിന്റെ മുമ്പിൽ ശാപബന്ധനങ്ങൾ അഴിയും. ആ നാമത്തിന്റെ മുമ്പിൽ രോഗക്കൂടുകൾ അഴിയും. ഇന്ന് രാത്രി ആ നാമം ഈ പന്തലിനകത്ത് ഉയരപ്പെടുമ്പോൾ മുള്ളൊലിവുള്ള ദേശത്തിന്റെ നടുവിൽ ഒരു രാജകീയ കർത്തൃത്വം. ശബ്ദമുയർത്തി വിളിച്ചോ. ഞങ്ങൾ വരികയാണ്. ഇന്ന് രാത്രി കഴിഞ്ഞ 2 ദിവസവും ഇതിന്റെ നടുവിൽ ഉയർത്തപ്പെട്ടത് അങ്ങയുടെ നാമമാണ്. യേശുവേ, ഇന്ന് രാത്രിയിലും ഞങ്ങൾ അങ്ങേ ഉയർത്തുമ്പോൾ ഇന്ന് രാത്രി വിടുതൽ കൊണ്ടൊരു പൂർണ്ണത ഇതിനകത്ത് സംഭവിക്കപ്പെടുവാൻ, അനേകരും നിറഞ്ഞ ഹൃദയവുമായി മടങ്ങിപ്പോകുവാൻ ഈ ജനത്തെ സഹായിക്കണമേ. എല്ലാവരും ഞങ്ങൾ ദൈവകരങ്ങളിൽ തരുന്നു, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങളെ ഒന്ന് ഉയർത്തി യേശുവിന് മഹത്വം കൊടുക്കാം. എത്ര സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഈ കൺവെൻഷന്റെ 3-ാമത്തെ ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം എന്റെ ജീവിതത്തിനകത്ത് തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. എന്റെ വേദിയിൽ ഇരിക്കുന്ന എന്നെക്കാൾ ശ്രേഷ്ഠന്മാരായ കർത്തൃവിദ്യന്മാർ, ആമേൻ, വർഷിപ്പ് ടീം, ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞ സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ. സാക്ഷ്യം പറഞ്ഞ പ്രിയ സഹോദരൻ, ഇതിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ മകൻ രാജൻ ബദർ, ആമേൻ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആമേൻ സഹോദരങ്ങൾ, കുടുംബങ്ങൾ, എല്ലാ പേർക്കും എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഒന്നുകൂടെ കരമുയർത്തി യേശുവിന്റെ മഹത്വം കൊടുക്കുക. ആമേൻ. സ്തോത്രം. അത്ഭുതകരമായ സാക്ഷ്യം നമ്മൾ കേട്ടു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അസാധാരണമായ ആരാധനകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മൾ ആമേൻ പറയുന്നതിന് മുമ്പ് എന്തൊക്കെയോ സംഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. ദൂരത്ത് നിൽക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ കയറി നിങ്ങൾക്ക് വരണമെങ്കിൽ വരാം. ആമേൻ. സ്തോത്രം. നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ തൊടുന്ന രാത്രിയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇതുപോലൊക്കെ ഞങ്ങളും ഒറ്റപ്പെട്ട് മാറി നിന്ന് ഒക്കെ ആമേൻ സ്തോത്രം ഏതൊക്കെയോ സാഹചര്യങ്ങൾ ഇതുപോലെയുള്ള അവസരങ്ങളിലാണ് ആമേൻ സ്തോത്രം അനേകരെ രക്ഷ ആമേൻ തൊട്ടതും ഇന്നിവിടെ കേട്ടതുപോലെ പലതും തകർന്ന് തരിപ്പണമായി ആമേൻ ക്രിസ്തു വിരോധികളായിരുന്ന മനുഷ്യനെ ക്രിസ്തു സ്നേഹികളാക്കിയതെല്ലാം ഇതുപോലെയുള്ള ശുശ്രൂഷകളാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യനെങ്കിലും പ്രയോജനപ്പെടും എന്ന നിലവാരങ്ങളിൽ ആമേൻ ഒരു കൂട്ടം സഹോദരങ്ങൾ ആമേൻ സ്തോത്രം പലതും ചെയ്യാമായിരുന്നിട്ടും ഇന്ന് രാത്രി ആമേൻ കർത്തൃനാമത്തെ പ്രതി ഇതൊക്കെ ചെയ്ത് ഇതിന്റെ നടുവിൽ ആമേൻ ഈ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒറ്റ കാര്യം എന്ന് പറയുന്നത് ആമേൻ ഈ നാമം ഒരു മനുഷ്യനെയെങ്കിലും ഇന്ന് രാത്രി ഒന്ന് പുതുതായി സ്പർശിച്ചാൽ ആമേൻ ഇന്ന് രാത്രി സ്വർഗം സന്തോഷിക്കും. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾ വലിയ പ്രതീക്ഷകളിലാണ്. ആമേൻ സ്തോത്രം. ഞങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ ഉള്ളങ്ങളിൽ ആമേൻ സ്തോത്രം ഇന്ന് രാത്രി ഒരു പരിവർത്തനം സംഭവിക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. 2010 5.25 കോടി കടം വന്ന് ആമേൻ സ്തോത്രം ജീവിതം വെറുത്ത് മരണം മാത്രം മുന്നിലിരുന്ന് മരിക്കാൻ കൊതിച്ച് ആമേൻ മരിക്കുവാനായി വാഹനം കൊണ്ടുപോയി ലോറിയിൽ ഇടിച്ച് മരിക്കാൻ പോയ ആമേൻ സ്തോത്രം ഒരു മനുഷ്യനെ ആമേൻ യേശു സ്നേഹിച്ച ആമേൻ ഹല്ലേലൂയ ആ യേശു സ്നേഹിച്ചു കൊണ്ടുവന്ന് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നെങ്കിൽ ആമേൻ എന്നേക്കാൾ 1000 മടങ്ങ് ശ്രേഷ്ഠനാണ് നിങ്ങളെന്ന് എണ്ണിക്കൊണ്ട് ഞാൻ പറയുന്നു ഇന്ന് രാത്രി എന്റെ യേശു ആർക്കും കടക്കാരനല്ല. ആമേൻ. അവൻ ആരെയൊക്കെയോ ഇന്ന് നോട്ടമിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവൻ ആരെയൊക്കെയോ ഇന്ന് തൊടണം. അവൻ ആരെയൊക്കെയോ തന്റേതാക്കി തീർക്കണം. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി അവന് ചിലത് പുതിയത് ചെയ്യണം. അവൻ പഴയ പേജുകളെ മാറ്റി ഇന്നൊരു പുതിയ പേജ് തുറക്കുവാൻ ഇതിന്റെ നടുവിൽ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ ആത്മാവിന്റെ ഒരു മുഴക്കങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കരങ്ങൾ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്തു. ശരീരത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങാൻ പോവുകയാണ്. ജീവിതത്തിലെ ഇടപെടൽ മാറ്റാൻ പോവുകയാണ്. ഇന്ന് രാത്രി ചില ശാപക്കുരുക്കുകളെ അടിച്ച് ഇതിന്റെ നടുവിൽ വലിയ ദൈവപ്രയോഗം ചെയ്യുവാൻ
പരിമിതികളില്ലാതെ പരിമിതികളുമില്ലാതെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയെ ഇന്ന് രാത്രിയിലുള്ള ദേശത്തിന്റെ നടുവിൽ മരണനാശങ്ങളുടെ കെട്ടഴിപ്പാൻ, നരകത്തിന്റെ വ്യാപ്തി ഉറപ്പാൻ ഇന്ന് രാത്രി ജീവന്റെ ശക്തിയുമായി ജീവജല നദിയെ തുറന്നു വിടുന്ന ഉറവയെ തുറന്നു വിടുവാൻ ഇതിന്റെ നടുവിലേക്ക് ഞങ്ങൾ നിന്നെ വെക്കം ചെയ്യുകയാണ്. ഓ പറയാൻ ആരുമില്ല, അവനെ പോലാരാകില്ല, അവനാകും കരക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാറുമേയില്ല, അവനെ പോലാരാകില്ല. ശക്തിയോടെ വായുകളെ തുറന്ന് ഹല്ലേലൂയ, ഇടിമുഴക്കത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമുക്കൊരു വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം. ആമേൻ. അതിൽ 1-2 വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. മത്തായി സുവിശേഷം 8-ാം അധ്യായം. ഞാൻ തന്നെ അത് വായിക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും മലയിൽ നിന്ന് ഇറങ്ങി വന്ന ആളെ വളരെ പുരുഷാരം യേശുവിനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നാൽ യേശുവിനെ നമസ്കരിച്ച്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. നല്ല വചനത്തിനായെന്ന് സ്തോത്രം ചെയ്യണം. ആമേൻ. സ്തോത്രം. ഒരു കുഷ്ഠം ബാധിച്ച ഒരു സഹോദരൻ വന്ന് യേശുവിനോട് പറയുകയാണ്, യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ ഒന്ന് കൈയൊന്ന് നീട്ടണം. രാമൻ പറഞ്ഞേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ ഒന്ന് കൈ നീട്ടണം. എന്നെ ഒന്ന് കൈ നീട്ടിയാൽ ഞാൻ സൗഖ്യം വരും. ആമേൻ. വലിയ മിടുക്കന്മാർക്കില്ലാത്ത ഒരു വലിയ വിശ്വാസം ഈ പാവം ഈ കുഷ്ഠരോഗിക്കകത്ത് കത്താൻ തുടങ്ങി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വലിയ മിടുക്കന്മാർക്ക് അകത്ത് കത്താത്തൊരു വിശ്വാസം. നീ തൊട്ടാൽ, നീ കരം നീട്ടിയാൽ, നീ പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ എതിരി നിന്നാലും, അവൻ വൈദ്യശാസ്ത്രം മുഴുവൻ എതിരി നിന്നാലും, അവൻ കുഷ്ഠം വന്നാൽ മാറത്തില്ലെന്ന പ്രമാണം അവൻ എതിരി നിന്നാലും നീ പറഞ്ഞാൽ മാറുമെന്ന് അവന്റെ അകത്ത് കത്തിയ ഒരു കത്തൽ ഇന്ന് രാത്രി അവൻ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ആമേൻ. സ്തോത്രം. നിനക്ക് മനസ്സുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. 1000 മനസ്സുമായി ഇന്ന് നിന്നെ വിടുവിപ്പാൻ ഇതിനകത്ത് ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. നിന്റെ കുഷ്ഠം മാറ്റാൻ, നിന്റെ പ്രതിസന്ധി മാറ്റാൻ, നിന്റെ ജീവിതം മാറ്റാൻ, നിന്റെ പാപം മാറ്റാൻ, നിന്റെ ശാപം മാറ്റാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ അകത്ത് മനസ്സിലായി, ഇത് സാധാരണക്കാരൻ എന്റെ മുമ്പിലല്ല ഞാൻ നിൽക്കുന്നത്. ആമേൻ. സ്തോത്രം. ഇവൻ പറഞ്ഞാൽ കുഷ്ഠമഴിയും, ഇവൻ പറഞ്ഞാൽ സ്തോത്രം എന്തൊക്കെയോ സംഭവിക്കും എന്നെ അകത്ത് ഒരു വിശ്വാസം. ഹല്ലേലൂയ. ഇന്ന് കരങ്ങൾ യേശുവിന് മഹത്വം കൊടുത്ത്. സാധാരണ രോഗമല്ല കുഷ്ഠം. മാരകമായ സമൂഹത്തിനകത്ത് പലവിധമായ വ്യാധികളുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നൊക്കെ നമ്മുടെ വൈദ്യശാസ്ത്രം വ്യത്യസ്തമായ ആമേൻ സ്തോത്രം പേരിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. ആമേൻ. അടുത്ത സമയത്ത് ആമേൻ രണ്ടുപേരെ അറിയാറുണ്ട്. ഒരുത്തൻ പറഞ്ഞു എനിക്ക് സ്കിൻ ഡിസീസ് ആണ്. അപ്പൊ അവൻ പറഞ്ഞു ഞങ്ങൾക്ക് വന്ന പുഴുക്കടി, നിനക്ക് വന്ന സ്കിൻ ഡിസീസ് വന്നു. ആമേൻ പറഞ്ഞേ. ആമേൻ. സ്തോത്രം. പേരുകളെയൊക്കെ ഇംഗ്ലീഷ് ആക്കിയപ്പോ ആമേൻ അതിനൊക്കെ ഒരു വേറൊരു ലെവല് വന്നതുപോലെ. ആമേൻ. സ്തോത്രം. പക്ഷേ ആമേൻ സാധാരണ രോഗമല്ല കുഷ്ഠം. കുഷ്ഠമെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു രോഗങ്ങളുടെ ഭാഗമാണ് കുഷ്ഠം. ആമേൻ. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ആമേൻ സ്തോത്രം മൂക്കോടെ കിടക്കൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവന്റെ മൂക്ക് കാണത്തില്ല. കാരണം അവന്റെ ശരീരത്തിൽ നിന്ന് മൂക്ക് ഇളകിപ്പോകുവാൻ സാധ്യതയുണ്ട്. ആമേൻ. 8 വിരല് കാണാം, 10 വിരല് കാണാം. പക്ഷേ നേരം വെളുക്കുമ്പോൾ ഒരു വിരല് മുറിഞ്ഞു കിടക്കും. കാരണം അത്രയും ഭയാനകമായ ഒരു രോഗമാണ് കുഷ്ഠരോഗം.
ആമേൻ. ഇന്ന് കേരളത്തിനകത്ത് കുഷ്ഠരോഗികളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. വടക്കേ ഇന്ത്യയിൽ ആമേൻ കുഷ്ഠരോഗികളുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലല്ല ആമേൻ ഇത് എഴുതപ്പെടുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ ഒരു പ്രത്യേകമായ കാലഘട്ടം. കുഷ്ഠം എന്ന് പറയുന്ന രോഗത്തെ ആമേൻ പട്ടണത്തിന് പുറത്തേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്ന ആമേൻ ജീവിതത്തിന്റെ ആമേൻ ജീവിത മേഖലകളിൽ നിന്ന് പൊതുജീവിത മേഖലകളിൽ നിന്ന് ഒരു മനുഷ്യനെ പുറത്തെത്തിക്കുന്ന ആമേൻ ഒരു പ്രത്യേകതരം രോഗമാണ് ആമേൻ കുഷ്ഠം. അത് സ്തോത്രം മതപരമായ ആമേൻ ചില ചട്ടക്കൂടുകൾക്കകത്ത് ആമേൻ കുഷ്ഠരോഗി മണിയിലേക്ക് കൊണ്ട് പോകപ്പെടുന്ന ഒരു കാലഘട്ടം. കുഷ്ഠമുണ്ട്, എന്നെ തൊട്ടാലും ഞാൻ തൊട്ടാലും അശുദ്ധനാകപ്പെടുമെന്ന് കുഷ്ഠരോഗി മണിയിലേക്ക് കൊണ്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അവന് മനസ്സിലായി ഈ രോഗം എന്നെ തകർത്ത് തരിപ്പണമാക്കി. പക്ഷേ എന്റെ മുമ്പിൽ ഒരുവൻ വന്നിട്ടുണ്ട്. എന്റെ അവസ്ഥകളെ മാറ്റാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. ആമേൻ സ്തോത്രം. ആ ടൈമിങ്ങിനകത്ത് അവൻ കയറുകയാണ്. അവന് മനസ്സിലായി ആമേൻ കുഷ്ഠം വന്നത് ശരിയാണ്, പക്ഷേ കുഷ്ഠത്തോടെ മരിക്കുവാൻ അനുവദിക്കാത്ത ആമേൻ സ്തോത്രം ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തെ മാറ്റാൻ ആമേൻ കഴിവുള്ളവൻ എന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ഈ സമയം വിടുവിക്കപ്പെട്ടാൽ വിടുവിക്കപ്പെട്ടു. ഒന്ന് കരങ്ങൾ തട്ടി യേശുവിന് മഹത്വം കൊടുത്തേ. ആമേൻ ഹല്ലേലൂയ. 1000 പ്രശ്നങ്ങളോടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, ആമേൻ സ്തോത്രം, പുറത്ത് ഒരുവൻ കഴിവില്ലാതെ കഴിയാതെ ഇരിക്കുന്ന സഹോദര, ഇന്ന് രാത്രി ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത് ഇത് റൈറ്റ് ടൈമാണ്. ഇത് ദൈവമൊരുക്കിയ സമയമാണ്. ഈ സെക്കൻഡുകൾക്കകത്ത് ചിലത് സംഭവിക്കപ്പെട്ടിരിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിനെ ഉയർത്തുന്നിടത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആമേൻ വൈദ്യശാസ്ത്രം തോറ്റയിടത്ത് ദൈവത്തിന്റെ വചനമിറങ്ങി ചലിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ഇന്ന് നിന്റെ ഹൃദയം കൊണ്ട് നീ വിശ്വസിക്ക്. നിന്നെ തൊടുവാൻ മനസ്സുള്ള ഒരാൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആമേൻ. ഇന്ന് കരങ്ങളെ വീശി യേശുവിനൊന്ന് മഹത്വം കൊടുത്ത്. ഹല്ലേലൂയ. 1000 വട്ടം മനസ്സുണ്ടടാ കുഷ്ഠരോഗിയെ. 10,000 വട്ടം മനസ്സുണ്ടടാ. അവൻ സ്വർഗത്തിലെ സിംഹാസനം വിട്ട് ഭൂമിയിൽ വന്നത് നിനക്കും വേണ്ടിയാണെന്ന് കുഷ്ഠരോഗിക്ക് മനസ്സിലായി. ആമേൻ. ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും അത് മനസ്സിലായാൽ യേശു വിപ്ലവകാരി എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ല. ആമേൻ. യേശു നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് ലോകം പറയുന്നത്, അതുകൊണ്ട് പ്രയോജനമില്ല. പക്ഷേ ഇന്ന് നിന്റെ ആമേൻ ജീവിതത്തിലെ ആമേൻ സകല നരകത്തെയും അടിച്ച് നിനക്ക് മോക്ഷം തരുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവമാണെന്ന് നീ വിശ്വസിച്ചാൽ, നിന്നെ രക്ഷിപ്പാൻ ഇറങ്ങി വന്ന ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചാൽ ഇന്ന് രാത്രി എന്തൊക്കെയോ സംഭവിക്കും. ഇന്ന് രാത്രി ചിലത് സംഭവിക്കും. എത്ര പേരും വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. യേശു തൊടുവാൻ, യേശു തൊട്ടാൽ ഒരത്ഭുതം നടക്കും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? 2010 ജീവിതമെല്ലാം തകർന്നു തരിപ്പണമായി ഒരു ദൈവ മനുഷ്യന്റെ മുമ്പിൽ യേശു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയും. എനിക്ക് തെളിയിക്കാൻ ഒരു യേശു ഇല്ല. ആമേൻ. ജനിച്ച അന്ന് മുതൽ പള്ളി ആമേൻ സൺഡേ സ്കൂൾ തൊട്ട് വളർത്തിയതാണ്. ആമേൻ. വളർന്ന് യൗവനക്കാരനായി ആമേൻ സംഘടനകളിലെല്ലാം ഞാനുണ്ട്, പക്ഷേ യേശുവിൽ ഞാനില്ല. നിങ്ങളുണ്ടോ? ആമേൻ. KCIM എന്ന് പറയുന്ന കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ ആമേൻ 11 വർഷം ആമേൻ ഒരു സഭയുടെ സ്ഥാനത്തും ആമേൻ 4 വർഷത്തോളം അതിന്റെ ഫെറോന രംഗത്തും ആമേൻ സ്തോത്രം 3 വർഷം അതിന്റെ രൂപതാ തലങ്ങളിലുമൊക്കെ പ്രവർത്തിച്ചു. ആമേൻ. ഭയങ്കര സംഘടനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ യേശു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയും. ഒരു അനുഭവം അതിനില്ല. മതത്തിനും അപ്പുറം ചലിക്കുന്ന ഒരു ആത്മശക്തി ഇന്ന് മുള്ളലിവിടെ ദേശത്തിനിറങ്ങി ചലിക്കാൻ പോവുകയാണ്. മതമാക്കപ്പെട്ടവന്റെ മേൽ നിന്റെ ഹൃദയത്തെ തുളച്ചു കയറുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ഹൃദയങ്ങളെ തൊടുവാൻ അവൻ മതത്തിനകത്ത് നിന്നും പുറത്തെടുക്കുവാൻ ചിലതിനെ തേടി ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ചിലത് സംഭവിക്കും. ഇന്ന് രാത്രി ചിലത് സംഭവിക്കുന്ന കരം കൊടുത്ത് പറ, ഇന്ന് രാത്രി ചിലത് സംഭവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു പറ, മക്കൾ മനസ്സുണ്ടടാ, മനസ്സുണ്ടടാ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ അവസ്ഥ മാറ്റാൻ മനസ്സുണ്ടടാ, നിന്റെ സിറ്റുവേഷൻ മാറ്റാൻ മനസ്സുണ്ടടാ. നീ ഡോക്ടറിൽ ആശ്രയിച്ചതിന്റെ 10-1 നീ എന്നിൽ ആശ്രയിച്ചിരുന്നു എങ്കിൽ, നീ വൈദ്യന്മാരിൽ ആശ്രയിച്ചതിന്റെ 10-1 നീ എന്നെ ആശ്രയിച്ചിരുന്നു എങ്കിൽ, നീ മനുഷ്യരിൽ ആശ്രയിച്ചതിന്റെ 10-1 നീ എന്നെ ആശ്രയിച്ചിരുന്നു എങ്കിൽ, ഇന്ന് രാത്രി ആശ്രയം മുഴുവൻ നിന്നെ വിടുവിക്കാൻ കഴിവുള്ളവനിലേക്ക്
നമ്മൾ നേരത്തെ കേട്ട സാക്ഷ്യം കേട്ടില്ലേ? ഡോക്ടറിന്റെ മുമ്പിൽ പിന്നെയില്ല. അതിലെ പേപ്പർ എടുത്ത് കീറിയെറിഞ്ഞു. അവൻ വൈദ്യശാസ്ത്രത്തിനകത്ത് ഉത്തരവില്ല. സകല ഉത്തരം മുട്ടുമ്പോഴും അവൻ വാതിലിനെ തുറക്കാൻ ആടിക്കകത്ത് വടിയെ തുറന്നവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആടിക്കകത്ത് വടിയെ തുറന്നവൻ നീ ചിന്തിക്കാത്തടത്ത് വടിയെ തുറക്കുവാൻ, നീ വിചാരിക്കാത്തടത്ത് അത്ഭുതത്തെ ചെയ്യുവാൻ ഒരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ കരങ്ങളെ ചേർത്തടിച്ച് യേശുവിനെ മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ എന്തൊക്കെയോ നിന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കാൻ പോകുന്നു. നന്നാകത്തില്ലെന്ന് ആരോ പറഞ്ഞ് ആരൊക്കെയോ ഒതുക്കിയെടുത്ത ഇന്ന് രാത്രി അവൻ അതിനെയെല്ലാം മാറ്റി എഴുതുന്ന ഒരു അഭിഷേകം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. സൃഷ്ടിപ്പിന്റെ ശക്തി പുതിയതായി സൃഷ്ടിച്ചെടുക്കുന്ന, പുതിയതായി ഉളവാക്കിയെടുക്കുന്ന, ഉണ്ടാക്കിയെടുക്കുന്ന ക്രിയേറ്റീവ് പവർ, സൃഷ്ടിപ്പിന്റെ കരം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് അത് വിശ്വസിക്കുന്നു? അവൻ ഉണ്ടാക്കിയെടുക്കും. പറ, ഉണ്ടാക്കിയെടുക്കും. അവൻ സൃഷ്ടിച്ചെടുക്കും. അവൻ സൃഷ്ടിച്ചെടുക്കും. അവനൊന്നും വേണ്ട. വചനം പറഞ്ഞ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ, അല്ലെങ്കിൽ പറ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കൊണ്ടുവരുവാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10 മണിക്ക് ശവക്കല്ലറയ്ക്കകത്തിരിക്കുകയാണ്. 11 അത്ഭുതത്തിന്റെ ലാസർ. എത്ര പേരുണ്ട് എൻ്റെ കൂടെ? ആമേൻ, ഹല്ലേലൂയ. 11 വർഷം വളഞ്ഞ് ആമേൻ റാബോലയായി. ആമേൻ, സ്തോത്രം. 1 സെക്കൻഡ് കൊണ്ട് നിവർത്തി വിടുവാൻ കഴിവുള്ളവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഞങ്ങൾ ഉയർത്തുന്ന ഒരു സാധാരണക്കാരനെയല്ല. അവൻ ഇങ്ങനെ തൊണ്ടവട്ടി വിളിക്കുന്നത് ഒരു സാധാരണക്കാരനെയല്ല. അവൻ ഞങ്ങൾക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കറിയാം അവൻ ആരെന്ന്. എന്റെ ബന്ധുക്കളൊക്കെ പറഞ്ഞു, അല്ലണ്ണ എന്ത് ചെയ്യൂടാ, ഇനി എന്ത് ചെയ്യും? ആമേൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട, അവനെല്ലാം ചെയ്തു കഴിഞ്ഞു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നവൻ എന്നെ കണ്ടു കഴിഞ്ഞു. അവൻ എന്നെ തൊട്ട് കഴിഞ്ഞു. അവൻ തൊട്ടപ്പോ 52 ലക്ഷം രൂപയുമായി ഒരുവൻ എന്റെ വീട്ടിനകത്ത് കയറി വന്നു. നിങ്ങളുണ്ടോ എന്റെ കൂടെ? ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കാത്തത് ഇന്ന് രാത്രി ക്രിയേറ്റായി വരാൻ പോവുകയാണ്. സൃഷ്ടിച്ചെടുക്കാൻ ഇന്ന് കഴിവുള്ളവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്ന വിഷയം കാര്യങ്ങൾ ഉയർത്തി യേശുവിനെ മാത്രം. യെരൂശലേം ദേവാലയത്തിനകത്ത് ഒരിക്കൽ യേശു പ്രസംഗിക്കുമ്പോ ഈ കുഷ്ഠരോഗി ചോദിച്ചില്ലേ മനസ്സുണ്ടോന്ന്? അതിന്റെ മറുപടി, യെരൂശലേം ദേവാലയത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ വന്നത് എന്തിനാണ്? യെരൂശലേം ദേവാലയത്തിനകത്ത് യേശു ബൈബിൾ തുറന്നു, പുസ്തകം തുറന്നു. യെശയ്യാ പ്രവചന പുസ്തകം 61-ാം അധ്യായം നിവർത്തി. ലൂക്കോസ് സുവിശേഷം 4-ന്റെ 14. ലൂക്കോസ് 4-ന്റെ 18. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ചയും, പ്രസംഗിപ്പാനും വിടുവിച്ചയപ്പാനും, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. മോനെ, ഞാൻ വന്നത് ഇതിനാണ്. ഉണ്ട് എൻ്റെ കൂടെ? 1000 പ്രശ്നത്തിൽ കിടക്കുന്ന എൻ്റെ സഹോദര സഹോദരി, ഒരു പ്രതിവിധിയില്ല. ഭർത്താവല്ല നിന്റെ പ്രതിവിധി, ഭാര്യയല്ല പ്രതിവിധി, ബാങ്കല്ല നിന്റെ പ്രതിവിധി. നിന്റെ പ്രതിവിധി ഉണ്ടൊരുവൻ. ഇന്ന് രാത്രി ആമേൻ, സ്തോത്രം, പലരിലേക്കും ആശ്രയങ്ങൾ വച്ച് പലരിലേക്കും സമയങ്ങളെ സ്പെൻഡ് ചെയ്ത് തീർന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ സമയത്തെ ഒരുവൻ ചോദിക്കുക. ഇന്ന് രാത്രി കാണേണ്ടവനെ കാണേണ്ട രീതിയിൽ കണ്ടാൽ, ഇറങ്ങേണ്ടവൻ ഇറങ്ങേണ്ട രീതിയിൽ ഇറങ്ങും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ, ഹല്ലേലൂയ. അവരും വിളിക്കുന്നു, ഞാനും വിളിക്കുന്നു, അവരും പാടുന്നു. ആമേൻ. പണ്ട് സെക്രട്ടേറിയറ്റിൽ ഒരു ജാഥ പോവുകയാണ്. അവിടെ പറയാണ്, സ്തോത്രം, പാട്ടയെല്ലാം പൂട്ടയാക്കുക. എന്തോന്നാണ് പറയുന്നത്? പാട്ടയെല്ലാം പൂട്ടയാക്കുക.
എല്ലാവരും വിളിച്ചോണ്ട് പോയാ. തൃശ്ശൂരിൽ നിന്ന് വന്നൊരു മനുഷ്യന് മനസ്സിലായി ഈ ജാഥ എന്തുവാ. പുറകിൽ ഒരാൾ വിളിച്ചു ചോദിച്ചു ഇതെന്തോ വിളിക്കുന്നേ. അപ്പൊ പറയും ഇത് പാർട്ട് ടൈം എല്ലാം ഫുൾ ടൈം ആക്കുക എന്നുള്ളതാണ്. വിളിച്ച് പാട്ടയെല്ലാം പൂട്ടയാക്കുക നായിപ്പോയതാണ്. ആമേൻ. അവരും വിളിക്കുന്നു ഇവരും വിളിക്കുന്നു. രാത്രി 2 പാട്ടും പാടി ആമേൻ സ്തോത്രം ഹല്ലേലൂയ. കിടന്നുറങ്ങാനുള്ള അല്ലവൻ രാജാതി രാജാവിനെ ഒന്ന് അമരത്ത് തലവച്ചുണർത്തുന്ന കിടങ്ങി കിടക്കുന്നവരെ ഒന്ന് വിശ്വാസം കൊണ്ട് തട്ടി ഉണർത്തിയാൽ നിന്റെ കുടുംബത്തിനകത്ത് ആർക്കും വരുത്താൻ കഴിയാത്ത പ്രതിവിധിയെ കൊണ്ടുവരുവാൻ കടലിൽ ചെന്നിരുന്ന് ചൂണ്ടയിടുന്നവനുണ്ട്, നൊത്തോല് പിടിക്കുന്നവനുണ്ട്, അവൻ വള്ളം കൊണ്ടുപോയി വലയിട്ട് പിടിക്കുന്നവനുണ്ട്, അവൻ ആഴക്കടലിലിറങ്ങി ടൺകണക്കിന് പിടിച്ചു കയറ്റുന്നവനുമുണ്ട്. ആമേൻ. അമ്മയപ്പനും ക്രിസ്ത്യാനി ആയതുകൊണ്ട്, അമ്മയപ്പയും CSI ആയതുകൊണ്ട്, RC ആയതുകൊണ്ട്, പെന്തക്കോസ്ത് ആയതുകൊണ്ട് ഞാനും ഒന്നായി. അമ്മയപ്പനും ഇലക്ട്രിക് പോസ്റ്റിനെ ആരാധിക്കാത്തത് ബാക്കി, എങ്കിൽ ഞാനും ആരാധിച്ചേനെ. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പോക്ക്. വളരെ അപകടകരമായ അതുകൊണ്ട് വചനം എന്ന് വ്യർത്ഥമായ പിതൃപാരമ്പര്യങ്ങൾ എന്ന് വചനം പഠിപ്പിക്കുന്നു. ഒരു പ്രയോജനവുമില്ലാത്ത പാരമ്പര്യം. അപ്പൻ അറിഞ്ഞിട്ട് കാര്യമില്ല. നീ രക്ഷിക്കപ്പെടണമെങ്കിൽ നീ അറിയണം. ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് യെശയ്യാപ്രവാചകൻ പ്രവചിച്ച ഒരു തിരുവെഴുത്ത് യേശു തന്നെ കുറിച്ച് വായിക്കുകയാണ്. ആ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുന്ന അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ഒരു ഭയങ്കര വചനമാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. ആരാ ദരിദ്രന്മാർ? അവൻ നമുക്കിവിടെ എത്ര കാർഡുണ്ട്? 4 കാർഡല്ലേ? മഞ്ഞ, നീല, ചുവപ്പ്, വെള്ള. അവൻ ഏത് കാർഡാണ്? പാവപ്പെട്ടവർ ആരാണ്? ഏത് കാർഡ്? മഞ്ഞയ്ക്ക് വേണ്ടി അടിയാണ്. ആമേ. അവർക്ക് റേഷൻ ആദ്യമായിട്ട് റേഷൻ കാർഡ് കിട്ടിയപ്പോൾ എൻ്റെ കയ്യിൽ തന്നപ്പം ഞാനിങ്ങനെ കരവയത്തു. റേഷൻ കാർഡ് കയ്യിൽ കിട്ടിയില്ല. അപ്പൊ എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ ഇത് ഏറ്റവും കൂടിയ കാർഡാണ്. അപ്പൊ ഞാൻ പറയും, കാർഡ് കിട്ടിയല്ലോ, നമ്മളെ കൂടിയ ടീമാണ്. അപേക്ഷ ഞാൻ പറഞ്ഞു, അപേക്ഷ കൊടുക്കരുത്. അവര് പറഞ്ഞു നീ ആമേൻ പറഞ്ഞു. സർക്കാർ തന്നെ നമ്മളെ പറയും നമ്മൾ ടോപ്പ് ടീമാണ്. ആമേൻ. റേഷൻ കാർഡിന് വേണ്ടി ഓടിയ ഓട്ടം കർത്താവിന് വേണ്ടി ഓടിയെങ്കിൽ എന്നെ ഗതി തിരിഞ്ഞേനെ. റേഷൻ കാർഡ് ആശ്രയിച്ച ആശ്രയം കർത്താവിലൊന്ന് ആശ്രയിച്ചെങ്കിൽ എന്നെ നമ്മുടെ വിധികൾ മാറിയേനെ. രാമൻ പറഞ്ഞു. റേഷൻ കാർഡ് ഈ സമൂഹം പറയുന്ന, ഗവൺമെന്റ് പറയുന്ന ദരിദ്രനെ അല്ല വചനം പറയുന്നേ. ആമേൻ. ആത്മാവ് സംബന്ധമായി, ദൈവവിഷയ സംബന്ധമായി ദരിദ്രനായ ഒരു കൂട്ടത്തെ തേടിയാണ് ഞാൻ വരാമെന്ന്. ഒരു വശത്ത് ആത്മാവായവൻ, ജീവന്റെ ദൈവമായവൻ, യാഗമായവൻ. ആമേൻ. തുറന്ന പുസ്തകം പോലെ യേശു നിൽക്കുകയാണ്. മറുവശത്തൊരു കല്ലിനെ ആരോ പറയുന്നു അത് ദൈവമെന്ന് പറയുന്നു. ആരോ ഒരു എലിയെ കാണിച്ചിട്ട് പറയുന്നു അത് ദൈവമെന്ന് പറയുന്നു. ആരോ മുതലയെ കാണിച്ചിട്ട് പറയുന്നു അത് ദൈവമെന്ന് പറയുന്നു. ആരോ പശുവിനെ കാണിച്ചിട്ട് പറയുന്നു അത് ദൈവമെന്ന് വേറൊരു കൂട്ടം പറയുന്നു. ഹല്ലേലൂയ. കരിമ്പ് കർഷകനല്ല എലിയെ ദൈവമെന്ന് ആരാധിക്കുന്നേ. ആരാ? IAS കാരനും IPS കാരനും. വിദ്യാഭ്യാസം ആമേൻ ദൈവിക വിഷയത്തിനകത്ത് ബാധകമല്ല. ആമേൻ. അവൻ ദൈവവിഷയ സംബന്ധമായി ദരിദ്രനാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ വരച്ചു കാട്ടിയിരിക്കുകയാണ്. നിങ്ങളുണ്ട് എൻ്റെ കൂടെ? ഒരു ഊഹാപോഹ കഥയല്ല യേശു. ബാലരമയിലെ അമർചിത്ര കഥയല്ല യേശു. അവൻ വന്നത് തെളിവോടുകൂടെ വന്നു. അവൻ മരിച്ചത് തെളിവോടെ മരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റത് തെളിവോടെ ഉയർത്തെഴുന്നേറ്റു. അവന്റെ ചരിത്രത്തിന് മാറ്റിവെക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ജീവിതം ചരിത്രമാണ്. അവൻ മരിച്ചത് ചരിത്രമാണ്. അവന്റെ പുനരുത്ഥാനം ചരിത്രമാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ യേശുവിനെ ഉയർത്തി.
ദൈവവിഷയ സംബന്ധമായി അവൻ ദരിദ്രരോട് പറഞ്ഞു. ആമേൻ. അവൻ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങി. അടുത്ത വചനം പറയുകയാണ്, ബദ്ധന്മാർക്ക് വിടുതൽ. ആർക്കാണ് വിടുതൽ? ബന്ധിക്കപ്പെട്ടതിന് വിടുതൽ. ആർക്കാണ് വിടുതൽ? ആർക്കാണ് വിടുതൽ? ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച. ആരാണ് ബന്ധിക്കപ്പെട്ടവർ? യേശു പറഞ്ഞ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. 1000 കെട്ടും കൊണ്ട് അലങ്കാരം പോലെ നടക്കുന്ന നിന്നോട് പരിശുദ്ധമ്മ പറയുന്നു, അടിച്ചു വിടുവാൻ അവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവൻ 1000 വട്ടം മനസ്സുണ്ട്. ഇന്ന് രാത്രി സ്വതന്ത്രമാകുവാൻ, യേശുവിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ ഇന്ന് രാത്രി നീ തയ്യാറാണെങ്കിൽ അവന്റെ ആഗമനത്തിന്റെ ലക്ഷ്യം നിന്റെ ജീവിതത്തിനകത്ത് പൂർത്തീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര സന്തോഷമുണ്ട്. പാചകപ്പുരയ്ക്കകത്ത് 1000 പേർക്കുള്ള ഭക്ഷണം റെഡിയാക്കി വെച്ചു. ആമേൻ. പുറത്തുനിന്ന് അനേകർ വിശന്ന് നടക്കുന്നുണ്ട്. അനേകർക്ക് അറിയത്തില്ല, അകത്തെല്ലാം റെഡിയാണ്. സ്തോത്രം. എല്ലാം ക്രിസ്തു കാൽവരി ക്രൂശിൽ സകലതും നിവൃത്തീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, സകലതും നിവൃത്തിയായി. എന്തോന്ന് നിവൃത്തിയായി? സകലതും നിവൃത്തിയായി. എന്നിട്ട് പറയണം, ബന്ധനവും പോലും കെട്ടും കൊണ്ട് നമ്മൾ നടക്കുകയാണ്. ആമേൻ. സ്തോത്രം. നിന്റെ വിടുതലും നിന്റെ രക്ഷയും നിന്റെ നിത്യജീവനും നിന്റെ സമാധാനവും സകലതും കാൽവരി ക്രൂശിൽ നിവൃത്തിയായെന്ന വാർത്ത രാമൻ പറഞ്ഞ യേശുവിനെ. ഇന്ന് രാത്രി എന്ത് തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും ഒരു തലമുറയെ പുറത്തെടുക്കുവാൻ കെട്ടഴിപ്പാൻ കഴിവുള്ളവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആമേൻ. ഏതു മേഖലയ്ക്കകത്തും ബന്ധിക്കപ്പെട്ടോ, രോഗത്താലോ കടബാധ്യതയാലോ പ്രതിസന്ധിയാലോ അസമാധാനത്താലോ ഏത് മേഖലയ്ക്കകത്ത് ബന്ധിക്കപ്പെട്ടാലും ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് 1000 വട്ടം മനസ്സുണ്ട്. ആമേൻ പറ. ഹല്ലേലൂയ. എനിക്ക് 1000 വട്ടം മനസ്സുണ്ട്. എനിക്ക് 1000 വട്ടം മനസ്സുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വചനം പറയാണ്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും. ആരാ കുരുടന്മാർ? അവൻ BP വന്ന് കണ്ണടിച്ചു പോയവനാണോ കുരുടൻ? അല്ല. യേശുവിനെ കാണാൻ കഴിയാതെ വണ്ണം, യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷം കാണാതെ വണ്ണം ഈ ലോകത്തിന്റെ പ്രഭു കുരുടാക്കി കളഞ്ഞ 2 കൊരിന്ത്യർ 4:4 വളരെ വ്യക്തമായി പറയുന്നു, ദൈവപ്രതിമയായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷം. എന്തിന്റെ സുവിശേഷം? തേജസ്സിന്റെ സുവിശേഷം. പറയുന്നത് തേജസ്സിന്റെ സുവിശേഷം. ഇത് തേജസ്സിന്റെ സുവിശേഷം. കാണാതെ വണ്ണം കണ്ണുകളെ കുരുടാക്കി കളഞ്ഞു. ആര്? വചനം പറയുന്ന ഈ ലോകത്തിന്റെ പ്രഭു. അനേകര ഉള്ളങ്ങളിൽ യേശു വെളിപ്പെടുന്നില്ല. അവിടെ ഉണ്ടോ സംഭവം? എന്നാ 1000 വട്ടം യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടും അവന്റെ ഉള്ളിൽ യേശു വെളിപ്പെടുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഒരു പ്രഭു അവന്റെ കണ്ണിനെ, അവന്റെ ആത്മക്കണ്ണിനെ, അകക്കണ്ണിനെ കുരുടാക്കി കളഞ്ഞിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തിന്റെ പൂർണ്ണത യേശുവിലുണ്ട്, സന്തോഷത്തിന്റെ പൂർണ്ണത യേശുവിലുണ്ട്. പക്ഷേ പിശാച് പറയും, ഇവിടെയല്ലടാ സന്തോഷം, ബാറിലാണ് സന്തോഷം. ഇവിടെയല്ലടാ സന്തോഷം, സിനിമ തിയേറ്ററിലാണ് സന്തോഷം. ഇവിടെയല്ലടാ സന്തോഷം, തെരുവിലാണ് സന്തോഷം. ഇന്ന് രാത്രി കുരുട്ടിക്കണ്ണുകൾ തുറക്കും. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി, കഴിഞ്ഞ ദിവസം ഒരു മുടിരാത്രി പ്രാർത്ഥനയ്ക്ക് ഒരു ചർച്ചിനകത്തൊരു പഴയ ചർച്ച്, തമിഴ്നാട് ബോർഡറിൽ ഞങ്ങൾ ആമേൻ രാത്രി ഒരു 1-2 മണിക്ക് വചനം ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്ന് ആമേൻ 3 മദ്യപാനികൾ അകത്തേക്ക് കയറി വന്നു. സ്തോത്രം. ഇതിപ്പോ എന്നാ സന്തോഷം? പുറത്തു നിന്ന് അവനെ അകത്താക്കിയാൽ
കർത്താവ് പറയും, ഇതാണ് ഏറ്റവും വലുത്. ആമേൻ. 10 കാറുള്ളതല്ല, 10 ബംഗ്ലാവ് ഉള്ളതല്ല വലുത്. ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗം എഴുന്നേറ്റ് നിന്ന് വയലന്റ് ആകും. കരങ്ങളെ തട്ടി യേശുവിന് മഹത്വം കൊടുത്തോ. ഈ ലോകത്തിന്റെ പ്രഭു കുരുടാക്കി കളഞ്ഞ യേശുവിന്റെ തേജസ്സിന്റെ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം, നിത്യജീവന്റെ സുവിശേഷം, സമാധാനത്തിന്റെ സുവിശേഷം, സന്തോഷത്തിന്റെ സുവിശേഷം ഹൃദയത്തിനകത്ത് വരാൻ കഴിയാതെ വണ്ണം അടച്ചു കളഞ്ഞ കുരുട്ടിക്കണ്ണികൾ ഇന്ന് രാത്രി മുള്ളരിവിള ദേശത്ത് തുറക്കപ്പെടുകയാണ്. കാരണം മനസ്സോടെ ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കാര്യങ്ങൾ വിശേഷവും മഹത്വപ്പെടും. 25 വർഷത്തിന് മുമ്പ് ചെങ്കച്ചൂള എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. നീക്കറിയാം, നീ ട്രിവേൻഡ്രം തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ പുറകുവശത്തായിട്ട് വരും. ആ ഗ്രാമത്തിൽ ട്രിവേൻഡ്രം പട്ടണത്തിനകത്ത് ഒരു കൊലപാതകം നടന്നാൽ, മോഷണം നടന്നാൽ പോലീസ് ആദ്യം പോകുന്നത് ചെങ്കച്ചൂള കോളനിക്കകത്താണ്. 15 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരൊന്നും വീടുകളിലില്ല. ചെങ്കച്ചൂള കോളനിയിൽ ഒരു പെൺകൊച്ചിനെ കെട്ടിക്കൊടുക്കത്തില്ല. ചെങ്കച്ചൂള കോളനിയിൽ ചെന്ന് ഒരു പെൺകുട്ടിയെ പുറത്തുള്ള വ്യക്തി എന്ന വിവാഹം കഴിക്കത്തില്ല. അത്രയും തകർക്കപ്പെട്ട ചെങ്കച്ചൂള കോളനിയിൽ 25 വർഷം മുമ്പ് വെറുങ്കാലിൽ ചെരുപ്പ് പോലും ഇടാതെ ഒരു ദൈവഭക്തൻ ചെങ്കച്ചൂള കോളനിക്കകത്ത് കയറിപ്പോയി. നിങ്ങളുണ്ട് എന്റെ കൂടെ? ആമേൻ. അമ്മമാരുടെ നിലവിളി കേട്ടെടുത്ത ഇന്ന് സ്തുതികൾ മുഴങ്ങാൻ തുടങ്ങി. പോലീസ് വണ്ടി റെയ്ഡ് ചെയ്തെടുത്ത അഭിഷേകം ചലിച്ചു തുടങ്ങി. ഓ, നിങ്ങളില്ല, ഇത് സാധാരണ നാമമല്ല. ഇന്ന് രാത്രി മനസ്സോടെ ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പാ, എന്നെ രക്ഷിക്കണമേ എന്ന് വിളിച്ചാൽ ഇന്ന് രാത്രി മറുപടി തരാൻ യെശയ്യാപ്രവചന പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാക്യം പുതിയ നിയമത്തിനകത്ത് യേശു പറഞ്ഞില്ല. 61 അധ്യായം എടുത്ത് പെട്ടെന്ന് നമ്മൾ അത് ചിന്തിച്ച് പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 61 അധ്യായം ഒന്ന് വായിച്ചേ. ഈ വാക്യത്തിന്റെ പൊരുള് ഇത് നിഴല് പോലെ യേശു ക്രിസ്തു വായിക്കുന്നുണ്ട്. ഇത് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച ആ കോട്ട അവിടെ കിടപ്പുണ്ട്. ഒന്ന് വായിച്ചേ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് കർത്താവിന്റെ ആത്മാവ് ഇരിക്കുന്നു. മുറിവ് കെട്ടുവാൻ, തടവുകാർക്ക് വിടുതലും, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാൻ, യഹോവയുടെ പ്രസാദ വർഷവും. ഓ, മതി മതി. എന്നെ വളരെ ചിന്തിപ്പിച്ച, ഇത് വായിക്കുമ്പോൾ എന്നെ വളരെ സ്പർശിച്ച ഒരു കാര്യം, യഹോവയുടെ പ്രതികാര ദിവസം. ഒന്ന് വായിച്ച്. യഹോവയുടെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനും. ആമേൻ പറഞ്ഞേ. ഈ വചനം ആമേൻ പ്രവാചക പുസ്തകത്തിൽ നിന്നും സുവിശേഷത്തിലേക്ക് വന്ന് യേശു ദേവാലയത്തിനകത്ത് പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ വചനമായ ക്രിസ്തു ഈ വചനത്തിന് മാറ്റം വരുത്തി. യഹോവയുടെ പ്രതികാര ദിവസം ക്രിസ്തു അതുപോലെ ഭേദഗതി വരുത്തുകയാണ്. രാമൻ പറഞ്ഞേ, വള്ളിയും മുള്ളിയും മനുഷ്യന് മാറ്റാൻ അനുവാദം കൊടുക്കാത്ത ദൈവം തന്റെ വചനത്തെ പുത്രൻ മാറ്റിയെഴുതുകയാണ്. പ്രതികാര ദിവസം. ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളമായ മരണത്തിന്റെ പ്രതികാര ദിവസം, മനുഷ്യന്റെ അകൃത്യത്തിന്റെ പ്രതികാര ദിവസം പുത്രൻ തിരുത്തിയെഴുതുകയാണ്. ഹല്ലേലൂയ. പുത്രൻ ചോദിക്കും, പുത്രനെ ആ വചനം എവിടെ? പഴയ നിയമത്തിനകത്ത് നീ വായിക്കാതെ വിട്ട വചനം എവിടെ? പുത്രൻ പറയും, ആ പ്രതികാര ദിവസം കാൽവരി ക്രൂശിലേക്ക്
ഞാൻ എടുത്തുകൊണ്ട് പോവുകയാണ്. നിങ്ങളുണ്ടോ എന്റെ കൂടെ? ആ പ്രതികാര ദിവസം ഗോൽഗോഥായിലെ കുന്നിൻ മകളിൽ തലയോടിടം എന്ന് പറയുന്ന ആ മൊട്ടക്കുന്നിലേക്ക് പുത്രൻ എടുത്തുകൊണ്ട് പോവുകയാണ്. ആ പ്രതികാര ദിവസം രാമൻ പറഞ്ഞേ, വചനം പറയുകയാണ്, പാപമറിയാത്തവനെ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, നാം ദൈവത്തിന്റെ വിശുദ്ധനാകേണ്ടതിന് യേശു ക്രിസ്തുവിനെ ദൈവം പാപിയാക്കി. ആരാക്കി? പാപമാക്കി. രാമൻ പറഞ്ഞു, ആ പ്രതികാര ദിവസം പുത്രനിൽ ചുമത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവരി ക്രൂശ് പ്രതികാരത്തിന്റെ പുത്രനെ പിതാവ് കൈവിടുകയാണ്, ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. രാമൻ പറഞ്ഞ യേശുവിനെ, എന്ത് നല്ല യേശു, എന്ത് നല്ല യേശു. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും പ്രതികാരം ചെയ്യാൻ പറയാണ്. ആമേ സ്നേഹത്തിന്റെ, ഹല്ലേലൂയ, കരുണാസമ്പന്നതയുടെ, മഹാമനസ്സലിവിന്റെ ഒരു വാതിലിനെ തുറന്നു വയ്ക്കുകയാണ് തലയോടിടം എന്ന സ്ഥലത്തിൽ, ആ ഗബതയിൽ. ഒരു ഹല്ലേലൂയ പറ. അതൊരു മൊട്ടക്കുന്നാണ്. എന്താണ് തലയോടിടമെന്ന് അതിന് അർത്ഥം വരാനുള്ള കാരണം ചരിത്രകാരന്മാർ പറയുന്നത്, ആ കുന്നിൽ 2 ഗുഹകളുണ്ട്. അത് ദൂരക്കാഴ്ചയിൽ അതൊരു തലയോട് പോലെ തോന്നും. ആ 2 ഗുഹകൾ കണ്ണുവരുന്ന ഭാഗം പോലെ തോന്നുന്നത് കൊണ്ട് അതൊരു ഗുഹ പോലെ തോന്നും. അതിനെക്കുറിച്ച് പാരമ്പര്യമായി വലിയ ഐതിഹ്യങ്ങളുണ്ട്. അതൊരു ഭയാനകതയുടെ സ്ഥലമാണ് തലയോടിടം. ആമേൻ, സ്തോത്രം. ക്രൂശ് മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്ന, നികൃഷ്ട പ്രവൃത്തി ചെയ്ത, പാപപ്രവൃത്തി ചെയ്ത, ശാപയോഗ്യനായവനെ ഈ സ്ഥലത്തല്ലാതെ ക്രൂശിക്കുവാൻ യോഗ്യമായ വേറൊരു സ്ഥലമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം അറിയാത്ത യേശു, ഹല്ലേലൂയ. ശാപം യോഗ്യനല്ലാത്ത യേശുവിനെ, ആരെനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് ചോദിച്ച വെല്ലുവിളിച്ച യേശുവിനെ, വിശുദ്ധിയിൽ തികഞ്ഞവനെ, ആമേൻ, അക്രമിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ആമേൻ ക്രൂശിക്കുവാൻ കൊണ്ടുപോവുകയാണ്. നിങ്ങളുണ്ട് എന്റെ കൂടെ? ആമേൻ. ബന്ധിക്കപ്പെട്ടവനെ, തകർക്കപ്പെട്ടവനെ, ശമിക്കപ്പെട്ടവനെ, കാൽവരിയിൽ ഒരു വഴി തുറക്കപ്പെടുകയാണ് ഇന്ന് രാത്രി. നിന്റെ മേൽ വരാവുന്ന കോപത്തെ പരിശുദ്ധയാത്മാവിൽ സ്വർഗം ഏറ്റെടുത്തിട്ട് നിനക്ക് വേണ്ടി സമാധാനത്തിന്റെ ഒരു വാതിലിനെ സ്വർഗം തുറന്നു വയ്ക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറഞ്ഞ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ആമേൻ. നമുക്ക് വിരോധവും പ്രതികൂലമായി കൈയെടുത്ത് മായ്ച്ചു കളഞ്ഞു, നടുവിൽ തറച്ചു. ആമേൻ. അവയുടെ മേൽ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. രാമൻ പറഞ്ഞു, രാമൻ പറഞ്ഞേ, നമുക്ക് വിരോധമായിരുന്ന സകല പൈശാചിക പോർവിളികളെയും സ്വർഗം ഏറ്റെടുക്കുകയാണ്. സകല ശിക്ഷയെയും യേശു ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി യേശുവിനെ മാത്രം. താങ്ക് യു ലോർഡ്. നിങ്ങളുടെ വീട്ടിൽ 2 മക്കളുണ്ട്. ഇളയവൻ ഒരുപക്ഷെ 100 രൂപ മോഷ്ടിച്ചിരിക്കാം. ഇളയവൻ മോഷ്ടിച്ചു. നിങ്ങൾക്ക് മൂത്തവനെയാണ് സംശയം. മൂത്തവനെ പിടിച്ച് നിങ്ങൾ മുറ്റത്തിൽ പിടിച്ചു കെട്ടി അവനെ തല്ലുകയാണ്. അയൽവാസികൾ പറയും, ആ പിള്ളേരെ എങ്ങനെ തന്നെ അടി ഓടിക്കണം അല്ലേ? നാട്ടുകാർ പറയും ശിക്ഷിക്കണം, ഇത് ചെയ്ത് ശരിയല്ല. പക്ഷെ അവൻ വീട്ടിലൊരു ഇളയിറക്കനുണ്ട്. ആരാ? ഒറിജിനൽ പ്രതി. അവന്റെ ഉള്ളം പറയും, എന്റെ ജ്യേഷ്ഠന്റെ ദേഹത്ത് വീഴുന്ന ഓരോ അടിയും അത് എന്റേതായിരുന്നു. നിങ്ങളുണ്ട് എന്റെ കൂടെ? ബറാബാസ് പറയും, യേശുവേ, നിന്നെ വളച്ചു നിറത്തി 1 എണ്ണം നിന്റെ ശരീരത്തിൽ വീണിട്ട് മാംസം പറഞ്ഞു പോകുന്നത് അത് ബറാബാസിന്റെ ദേഹത്തിൽ വീഴാനുള്ളതായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെ മേൽ വരാവുന്ന ന്യായവിധിയെ, ആ പ്രതികാര ദിവസത്തെ
തന്നിലേക്ക് എടുത്തിട്ട് അവൻ സമാധാനത്തെ തന്ന ഒരു തമ്പുരാൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി. ഹലോ, അവൻ സമാധാനത്തിനായുള്ള ശിക്ഷ അവങ്കലായി. ആരിലായി? എന്നോട് പറ, സമാധാനത്തിനായുള്ള ശിക്ഷ ആരിലായി? യേശുവിലായി. ആർക്ക് സമാധാനത്തിനുള്ളതാ? എനിക്ക് സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ പൈശാചിക ബന്ധനത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കുടുംബജീവിതം നീ വെറുത്തോ? നിന്റെ ജീവിതം നീ മടുത്തോ? എന്റെ സഹോദര, ഇന്ന് രാത്രി കാൽവരിയിൽ ഒരു വഴി തുറന്നു പിടിച്ച് നിൽപ്പുണ്ട്. രക്ഷയുടെ വഴി, സമാധാനത്തിന്റെ വഴി, പുനരുദ്ധാനത്തിന്റെ വഴി, നിത്യജീവന്റെ വഴി, അനുഗ്രഹത്തിന്റെ വഴി, സന്തോഷത്തിന്റെ വഴി ഇന്ന് രാത്രി കാൽവരിയിൽ തുറന്നു പിടിച്ച് ഇന്ന് രാത്രി തമ്പുരാൻ നിന്നെ വിളിക്കുകയാണ്. Come on, come on. ഇത് ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കപ്പെടുന്ന ദിവസം. ഇന്ന് ദൈവത്തിന്റെ രക്ഷാ ദിവസം. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ജീവിതത്തിൽ അവൻ ഇന്നുവരെ അനുഭവിക്കാത്ത പുതിയതൊന്ന് നിന്റെ ജീവിതത്തിൽ തുറക്കപ്പെടാൻ പോവുകയാണ്. രാമൻ പറഞ്ഞേ, ഇനിയൊരു മെസ്സേജിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. ഇന്ന് രാത്രി യേശുവേ, ഇതിനകത്ത് ഉയരപ്പെട്ട നാമം 1000 പ്രാവശ്യം മനസ്സോടെ നിന്നെ സ്നേഹിപ്പാൻ, നിന്നെ ചേർത്തുകൊള്ളുവാൻ, നിന്നെ മകനാക്കുവാൻ അവൻ ഒരുങ്ങി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വചനം പറയുന്നു, നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും. അമ്മ പറഞ്ഞു കള്ളൻ, അപ്പം പറഞ്ഞു അവൻ മുടിഞ്ഞവൻ, സഹോദരങ്ങൾ പറഞ്ഞു ശപിക്കപ്പെട്ടവൻ. പക്ഷെ യേശു പറയുകയാണ്, നീ എന്റെ പൊന്ന്, അവൻ നീ എനിക്ക് വിലയേറിയവനും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ പറഞ്ഞത് പറയാൻ വന്നതല്ല യേശു, ഡോക്ടർ പറഞ്ഞത് പറയാൻ വന്നതല്ല യേശു. അവനിന്ന് പുതിയത് ചെയ്യാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് യേശു ഇതിനകത്ത് പുതിയത് ചെയ്യാൻ പോവുകയാണ്. ഏത് പാപിയെയും യേശു സ്നേഹിക്കുന്നു. ഞാനൊക്കെ ചിന്തിക്കും, യേശുവേ, ജീവിതത്തിനകത്ത് എന്തോ ഉണ്ട്. ഇങ്ങനെ നിൽപ്പാൻ നിങ്ങളുടെ മുമ്പിൽ മയക്കം പിടിച്ച് നിൽക്കാൻ യോഗ്യതയില്ല. 1000 പേർ കള്ളനെന്ന വെളിപ്പേര് കേട്ടവനാണ്, തകർക്കപ്പെട്ടവനാണ്. കുടുംബക്കാരെല്ലാം പറയണ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മാന്യത കളഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയൊന്നില്ല. എന്റെ അമ്മ പറഞ്ഞു, നിന്നെ പ്രസവിച്ചല്ലോടാ. എന്റെ സഹോദരൻ പറഞ്ഞു, പോയി ആത്മഹത്യ ചെയ്യടാ. ലോകക്കാരെല്ലാം പറഞ്ഞപ്പോ ഒരുവൻ പറഞ്ഞു, മാറ്റി എഴുതാൻ എനിക്ക് മനസ്സുണ്ട്. 2010 ഡിസംബർ 23 അവൻ ഒരു ദൈവമനുഷ്യൻ എന്റെ തലയിൽ കൈവയ്ക്കുമ്പോ, ഞാൻ എന്റെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഒരു തേജസ് എന്റെ മുമ്പിൽ ഇറങ്ങി വന്നു. അന്ന് പറഞ്ഞു, യേശുവേ, ഇനി ജീവിച്ചാലും മരിച്ചാലും കടം മാറിയാലും മാറിയില്ലെങ്കിലും ഈ യേശുവിന് വേണ്ടി, ഈ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. ഇന്ന് രാത്രി ആരെയോ യേശു വിളിക്കുന്നു. ജീവിതം മടുത്തവനെ, നിന്റെ ജീവിതം തീർന്നിട്ടില്ല, നിന്റെ അവസ്ഥയെ മാറ്റാൻ കഴിവുള്ളവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ അവസ്ഥയെ മാറ്റാൻ ഇതിനകത്തൊരുവൻ വന്നിട്ടുണ്ട്. അവസ്ഥയെ മാറ്റാൻ ഇതിനകത്തൊരുവൻ വന്നിട്ടുണ്ട്. അവന്റെ പേരാണ് യേശു. ഒരു നിമിഷം എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പുറത്ത് ചാടി എഴുന്നേറ്റാണ്. ഹല്ലേലൂയ. ഒന്ന് കണ്ണടച്ച് പറ, യേശുവിന് മനസ്സുണ്ട്, എനിക്കും മനസ്സുണ്ട്. യേശുവിന് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്. ഇന്ന് രാത്രി പൂർണ്ണമായും യേശുവിനോട് പറ, എനിക്ക് മനസ്സുണ്ടപ്പാ. ഇന്ന് രാത്രി യേശുവിനോട് പറ, എനിക്ക് മനസ്സുണ്ട് യേശുവേ, സൗഖ്യമാകാൻ എനിക്ക് മനസ്സുണ്ട്. ഹോളി സ്പിരിറ്റ്, ശാപം പിടിച്ച കുടുംബത്തിലാണോ നീ കിടക്കുന്നത്? പുറത്തു വരാൻ നിനക്ക് മനസ്സുണ്ടോ?
മരത്തിന്മേൽ തൂങ്ങി ശാപത്തിന് പകരമായവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹോളി സ്പിരിറ്റ്, ഈ പാപ സ്വഭാവത്തിന് പുറത്തു വരാൻ നിനക്ക് മനസ്സുണ്ടോ? തന്റെ രക്തം ചിന്തി നിന്റെ പാപക്കറയെ കഴുകാൻ കഴിവുള്ളവൻ, അവൻ 1000 വട്ടം മനസ്സുണ്ട്. അവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. താങ്ക് യു ലോർഡ്. മക്കളുടെ ജീവിതം കൊണ്ട് മടുത്തുപോയ മാതാപിതാക്കളുണ്ടോ? കുടുംബജീവിതം തകർന്നുപോയ സഹോദരി, നീ ഭാരപ്പെടണ്ട. നിന്റെ ഭർത്താവ് ഇതിനകത്തില്ല. പക്ഷെ ഇന്ന് രാത്രി അവനെ സ്വർഗം തൊടുന്ന രാത്രിയാണ്. അവന്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് അവൻ തിരിക്കുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. ജീവിതം വെറുത്തുപോയ നിന്റെ ജീവിതത്തിനകത്ത് അവൻ പറഞ്ഞു തീരാൻ വരട്ടെ. വിധി കെട്ടവളെന്ന് ആരോ പറഞ്ഞതിന് ഇന്ന് രാത്രി തിരിപ്പാൻ നിന്റെ ജീവിതത്തെ അടപടലം മാറ്റാൻ കഴിവുള്ളവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വന്നിട്ടുണ്ട്. ദൂരത്ത് നിൽക്കുന്ന സഹോദരന്മാരോട്, നിങ്ങളുടെ കൂട്ട സഹോദരനെ ഞാൻ പറയുന്നു, ധൈര്യത്തോടെ കയറുവാ. ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് യേശുവിന് കടന്നു വരുവാൻ ആഗ്രഹമുണ്ട്. അവൻ ഹൃദയവാതിക്കൽ വന്ന് മുട്ടുകയാണ്. യേശു ഹൃദയവാതിക്കൽ വന്ന് മുട്ടുന്നു. ആരെന്റെ ശബ്ദം കേട്ട് ഹൃദയം തുറക്കുന്നുവോ, ഇന്ന് രാത്രി നിന്നോട് കൂടെ വസിപ്പാൻ, ഇനിയുള്ള നാളുകൾ അത്താഴം കഴിപ്പാൻ അവൻ ആഗ്രഹിക്കുകയാണ്. കേറുവാ. ഇന്ന് രാത്രി നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് യേശുവേ എന്ന് വിളിക്കാൻ കഴിയുമെങ്കിൽ വിളിച്ചു. യേശുവേ, ഒരു നിമിഷം യേശുവിന് വേണ്ടി സമർപ്പിക്കാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ഞാൻ ശരണപ്പെടുകയാണ്. ഇതുവരെ ഞാൻ ജീവിച്ചത് എന്റെ ഇഷ്ടപ്രകാരം. ഇനി എനിക്ക് യേശുവിനെ വേണം. എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം. എനിക്ക് യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഹോളി സ്പിരിറ്റ്, ഇനിയുള്ള നാളുകൾ പാഴാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രയോജനമുള്ളത് എന്റെ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. യേശുവിന് വേണ്ടി പ്രസംഗിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. യേശുവിന് വേണ്ടി പാടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് യേശുവിനെ ഉയർത്താൻ ആഗ്രഹമുണ്ട്. താങ്ക് യു ലോർഡ്. പരിശുദ്ധാത്മാവ് ചിലതിന്റെ മേൽ ചില തീയെ പകരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ പുതപ്പിനെ ചിലതിന്റെ മേൽ ഇടാൻ ആഗ്രഹിക്കുകയാണ്. നിരാശയുടെ 3 മടങ്ങളെ സ്വർഗം എടുത്തു മാറ്റി ഇന്ന് ആനന്ദത്തിന്റെ മേലാടയെ അണിയിപ്പിക്കുവാൻ, ആനന്ദ തൈലത്തിന്റെ അഭിഷേകത്തെ പകരുവാൻ ഇതിനകത്ത് മനസ്സോടെ കർത്താവിനെ കാണിക്കുന്നു. ഇന്ന് അവൻ 4 മണിയാകുന്ന സമയം, ഇത് 4 മണിക്കും കരഞ്ഞു കലങ്ങിയ ഒരു കണ്ണിനെ പരിശുദ്ധാത്മാവ് ഒരു സഹോദരി എന്നെ കാണിക്കുന്നു. സാരമില്ലോളെ, പരിശുദ്ധന്മാരെ നിന്നെ കൊണ്ടുവന്നത് ഞാനാണ്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ തീർപ്പാൻ ഇതിനകത്തൊരു ഭയങ്കരമായി ഇപ്പോൾ വിളിച്ചോ, യേശുവെന്ന് വിളിച്ചോ. ഇന്ന് ഇപ്പോൾ ഈ രാത്രി നിന്റെ ജീവിതത്തെ അടപടലം മാറ്റാൻ ഒരു പുതപ്പ് നിന്റെ മേൽ വീഴാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് പിശാചിന് ചില ബന്ധന ചരടുകളെ പൊട്ടിച്ച്, ആ വിചാരത്തിന്റെ ചരടുകളെ പൊട്ടിച്ച്, ശാപക്കുരുക്കുകളെ അടിച്ച്, യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച പ്രവചനം ഇന്ന് മുള്ളരിവിളയിൽ ഇന്ന് പ്രവൃത്തികരണത്തിലേക്ക് വരികയാണ്. യെശയ്യാവേ, നീ 2600 വർഷം മുമ്പ് പ്രവചിച്ചത് 2600 വർഷങ്ങൾക്ക് ഇപ്പോൾ ഈ മുള്ളരിവിള ദേശത്തിനകത്ത് ഒരു ബന്ധനങ്ങളെ പൊട്ടടിച്ച് ഇന്ന് രാത്രി ഒരു തലമുറ കുരുട്ട് കണ്ണുകളെ തുറന്ന് അസാധാരണമായ ആത്മശക്തി ആ കരങ്ങളെ ചേർത്തടിച്ച് പ്രാർത്ഥിച്ചു. യേശു മനസ്സോടെ ചിലതിനെ തൊടും. യേശു മനസ്സോടെ തൊടും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ. യേശു മനസ്സോടെ തൊടും. ചില രോഗങ്ങൾ ഇപ്പോൾ അപ്രത്യക്ഷമാകും. ചില തൈറോയിഡുകൾ ഇപ്പോൾ ഈ സെക്കൻഡിൽ ആത്മാവിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ചലഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ തൈറോയിഡുകൾ ഇതിനകത്ത് അടിയുന്നു. ഉദരത്തിനകത്ത് ചില കട്ടികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗബന്ധനങ്ങൾ ഇതിനകത്ത് അടിയുന്നു. ഇപ്പോൾ ബന്ധന
ചരടുകളെ പൊട്ടിപ്പാൻ കണ്ട് ആഹാ അവൻ മനസ്സോടെ ഇറങ്ങി നിൽപ്പുണ്ട്. യേശു പറയുന്ന മോളെ മനസ്സുണ്ടടി, മോനെ മനസ്സുണ്ടടാ, നിന്നെയും കൊണ്ടൊരു രാജകീയ യാത്രയ്ക്ക് എനിക്ക് മനസ്സുണ്ട്. നിന്റെ ചരിത്രം മാറ്റാൻ എനിക്ക് മനസ്സുണ്ട്. ആഹാ നിന്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കാൻ എനിക്ക് മനസ്സുണ്ട്. ഇന്ന് രാത്രി വായികളെ തുറന്ന് യേശുവിനോട് പറ, യേശുവേ എന്നെ സൗഖ്യമാക്കും. ആ കരങ്ങളെ ചേർത്ത് യേശുവിന് മഹത്വം കൊടുക്കുക. പരിശുദ്ധാത്മാവ് ചേർത്ത് അവൻ ഭൂതശക്തികൾ അടിയും. അവൻ ചില വിഷക്കൂടുകൾ കൊണ്ട് ഉദരത്തിനകത്ത് നിന്ന് ചില കൈവശ കെട്ടുകൾ ഇപ്പോൾ വയറ്റിനകത്ത് നിന്ന് ചില വിഷക്കൂടുകൾ അടിയും. തലമുറകളെ ബന്ധിച്ച ബന്ധന ചലനങ്ങൾ അടിയും. ആഭിചാര ബന്ധനങ്ങൾ അടിയും. എനിക്ക് മനസ്സുണ്ട്. എന്റെ മോളെ എനിക്ക് മനസ്സുണ്ട്. എന്റെ സഹോദര എന്റെ കടബാധ്യതയെ അഴിപ്പാൻ എനിക്ക് മനസ്സുണ്ട്. തൊടുന്നു പരിശുദ്ധാത്മാവ് ചിലതിനെ തൊടുന്നു. ആത്മാവിന്റെ ശക്തി ചിലതിനെ തൊടുന്നു. ചില കുഴந்தை കണ്ണുകൾ അടിയുന്നു. യേശു ചില ഉള്ളങ്ങൾ ഇറങ്ങി വരുന്നു. യേശു ഉള്ളങ്ങൾ ഇറങ്ങി വരുന്നു. യേശു ചിലതിനെ തൊടുന്നു. പാദബന്ധനങ്ങൾ അഴിയുന്നു. ചില മരണശക്തികൾ അഴിയുന്നു. ആത്മകഥയുടെ അവൻ പ്രേരക ശക്തികൾ അഴിയുന്നു. ചില ടെംപ്റ്റേഷനുകൾ അഴിയുന്നു. മരണത്തിന്റെ സമ്മർദ്ദങ്ങൾ അഴിയുന്നു. ജീവന്റെ ശക്തി, പുനരുദ്ധാനത്തിന്റെ ശക്തി, ജീവിപ്പിക്കുന്ന ആത്മാവ് അവനുണ്ട്. ചില സഹോദരിമാരുടെ ദൈവശക്തി തുടർന്നു. ദൈവശക്തി തുടർന്നു. ദൈവശക്തി തുടർന്നു. ദൈവശക്തി തുടർന്നു. ആത്മാവിന്റെ ശക്തി Yes, the Holy Spirit. Praise the Holy Ghost. 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 പരിശുദ്ധാത്മാവ് തൊടുന്നു. 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 തൊടുന്നു.
Mighty Holy Spirit. Almighty God. Almighty God. Almighty God. Shane. Yehovah. സമാധാനം അവൻ സമാധാനം കെട്ടുപൊട്ടിച്ച് ശാപകൂടയിച്ച് കൊണ്ടിരിക്കുന്നു ഇതിനകത്തൊരു വീടുകൾ സഖ്യമാക്കും അവനുണ്ട് അവൻ മനസ്സോടെ നിന്നെ തൊടുന്നു. നീ അവന് വിലപ്പെട്ടതാണ്. നിന്റെ പിശാചിനവൻ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ തകർച്ചയ്ക്ക് വിട്ടുകൊടുക്കത്തില്ല. അവന് നിന്നെ വേണം. യേശുവിന് നിന്നെ വേണം. യേശുവിന് നിന്നെ വേണം. അഖിലാണ്ടത്തിന് യേശുവിനെ വേണം. പിതാവല്ലോ എന്താണ് യേശുവിനെ വേണം. അഖിലാണ്ടത്തിന് യേശുവിനാണല്ലോ പുഷ്പമണിഞ്ഞത് പോലെ അണിയത്തില്ലെന്ന് പറഞ്ഞ് ചിലത് അഴിയാൻ പോകുന്നു. അഴിയത്തില്ലെന്ന് പറഞ്ഞ് ചിലത് അഴിയാൻ പോകുന്നു. മാറത്തില്ലെന്ന് പറഞ്ഞത് ചിലത് മാറുന്നു. യേശുവിനെ അധികാരമുള്ളവരെ ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതരെ ആരാധിക്കാൻ യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ ആരാധിച്ചോ. യേശു നിന്നെ തൊടുന്നു. യേശുവെന്ന് വിളിച്ചോ. ആരും മനുഷ്യരായി നിൽക്കരുത്. അവൻ മനസ്സോടെ ആരെയൊക്കെ തൊടുന്നു. അവൻ മനസ്സോടെ നിന്നെ അടുക്കൽ വരുന്നു. അവന് നിന്നെ വിടുവിപ്പാൻ, അവന് നിന്നെ അനുഗ്രഹിപ്പാൻ, അവന് നിന്നെ സ്വതന്ത്രമാക്കുവാൻ ഇന്ന് രാത്രി അവൻ നിന്നെ അധികാരമുള്ളവരെ ആരാധിക്കാൻ അധികാരമുള്ളവരെ ചങ്ങലകൾ അടിയുന്നത് പോലെ ചില ചങ്ങലകൾ കൂട്ടങ്ങൾ അടിയുന്നു. ചില ചങ്ങല കൂട്ടങ്ങൾ അടിയുന്നു. എല്ലാം മുഴക്കാറ് ആയിരം വട്ടം മനസ്സോടെ ഒരുവന്റെ അടുത്തേക്ക് വരികയാണ്. Thank you.
ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ യേശുക്രിസ്തുവിനെ അധികാരം ഉള്ളവരെ ആരിലും ഉന്നതരെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ ആരിലും ഉന്നതരെ ആരിലും ഉന്നതരെ ആരിലും ഉന്നതരെ ആരിലും ഉന്നതരെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച ഒരു നിമിഷത്തോടെ 1000 പ്രാവശ്യം ഹൃദയം നിറഞ്ഞ അവൻ കൊതിക്കുകയാണ്. എന്റെ കുഞ്ഞിനെ ഒന്ന് കൊന്നു, ഇന്ന് രാത്രി എന്റെ കുഞ്ഞിനെ ഒന്ന് വിളിപ്പാൻ. ഹോളി സ്പിരിറ്റ്, അത് നിന്നെ, അത് നിന്നെ, അത് നിന്നെ ഇന്ന് വരെ നീ അനുഭവിച്ച അനുഭവങ്ങളിൽ നിന്ന്, നിന്റെ കണ്ണാലെ നീ കണ്ടതിൽ നിന്നും, നീ അനുഭവിച്ചതിൽ നിന്നും നീ ആണിയടിച്ച് ഉറപ്പിച്ച ആമേ നിന്റെ ജീവിതത്തിൽ നിന്നും അതിനെ ഇളക്കാൻ, നിന്റെ ജീവിതത്തെ തിരിപ്പാൻ കഴിവുള്ളവൻ എന്നോട് ചോദിക്കുന്നു, കുഞ്ഞേ ഞാനൊന്ന് കരം വച്ചോട്ടടാ, എന്റെ മോളെ ഞാനൊന്ന് കരം വച്ചോട്ടെ, ഒന്ന് പറപ്പാവാ, ഒന്ന് അനുവദിച്ചു കൊടുക്കപ്പ. ഈശോയെ, ഇനിയൊരു സമയമുണ്ടാകണമെന്നില്ല, ഇനിയൊരു അവസരം ഉണ്ടാകണമെന്നില്ല. ഇപ്പൊ പറപ്പാ വാ, ക്ഷീണത്തോടെ നിനക്കേ കഴിയത്തുള്ളൂ. ഇനി എന്നെ മാറ്റാൻ നിനക്കേ കഴിയത്തുള്ളൂ. എത്ര പേര് പറയും ഇനി എനിക്ക് സൗഖ്യം തരാൻ നിനക്കേ കഴിയത്തുള്ളൂ, ഇനി എന്റെ ജീവിതം മാറ്റാൻ നിനക്കേ കഴിയത്തുള്ളൂ. തുടപ്പാ തുടപ്പാ. അവൻ മനസ്സോടെ ചിലരിന്റെ തലമേ കൈവയ്ക്കുന്നു. ഞാൻ അങ്ങോട്ട് വന്ന ആരെയും തൊടുന്നില്ല. നിങ്ങൾ കണ്ണടച്ച് നിൽക്കുമ്പോൾ തന്നെ 1-2 മിനിറ്റ് കൂടെ ഇതിന്റെ നടുവിൽ നിങ്ങൾ കരമുയർത്തി നിൽക്കുമ്പോ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഉയർത്തുന്നത് ആരെന്ന് എനിക്കറിയാം. മരണം കാത്തുകിടന്ന എന്നെ മരണം അഴിക്കുന്ന ഒരു അപ്പോസ്തലനാക്കി മാറ്റിയവൻ എനിക്കെന്നെ യേശുവിനെ അറിയാം. ആരുടെയൊക്കെ കരം തൊടുന്നു, മനസ്സോടെ തൊടുന്നു. യേശു പറയുന്നു, മോനെ ഞാൻ മുള്ളനെ വിളയിൽ കൺവെൻഷൻ വെച്ചത് അതിനാണ്. മോനെ ഈ കൺവെൻഷൻ നിനക്ക് വേണ്ടിയടി, നിന്നെ തൊടാൻ, നിന്നെ സഹായിക്കാൻ ആർക്കും കഴിയത്തില്ലെന്ന് എനിക്കറിയാം. മോനെ നിന്നെ വിടുവിക്കാൻ കഴിയത്തില്ലെന്ന് എനിക്കറിയാം. ഈ കൺവെൻഷൻ നിനക്ക് വേണ്ടിയാടാ. കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ശേഷം ഒന്ന് സമർപ്പിച്ച് സമർപ്പിച്ചു നീ എന്റെ രക്ഷകനും, നീ എന്റെ ആശ്വാസം. എന്നെ തൊടാതെ പോവല്ലേ, നീ മറവീടും, എനിക്ക് മുട്ടാനിരു വഴിയില്ല, എനിക്ക് ആശ്രയിപ്പാൻ ഇനി പേരില്ല. ആരാധിക്കും ഞാൻ ഒരു തീരുമാനം ഇന്നു മുതൽ
ദേവാ ആടിയനിതാ ദേവാ എല്ലാവരും സ്ഥാനങ്ങളിലും ചില മിനിറ്റൂടെ ഇരിക്കാമോ? എല്ലാവരും സ്ഥാനങ്ങളിൽ ചില മിനിറ്റൂടെ ഇരിക്കാമോ? ഈ ദേശത്തിലെ ചില സഹോദരങ്ങൾ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടു. ദയവായി നിങ്ങൾ ഫ്രണ്ടിലോട്ട് വരാമോ? ഈ വീട്ടിലെ 4 വ്യക്തികൾ ചേർന്നാണ് ഈ സുവിശേഷ മഹായോഗത്തിന് ഊന്നൽ കൊടുത്തത്. അവരെയും ഞങ്ങൾ മുൻപോട്ട് ക്ഷണിക്കുകയാണ്. ആ കുടുംബങ്ങൾ ദയവായി മുൻപോട്ട് കടന്നുവന്നാണ്. 4 സഹോദരങ്ങൾ മുൻപോട്ട് കടന്നു വന്നേ. ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ ശ്രീകുമാർ പാസ്റ്ററും അദ്ദേഹത്തിന്റെ കുടുംബവും ദയവായി മുൻപോട്ട് കടന്നു വന്ന ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി, അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി, അവരുടെ ജീവിതത്തിലെ ഉന്നമനത്തിന് വേണ്ടി നമുക്കൊരു ഇവർ ആണ് ഈ ശുശ്രൂഷയുടെ ഈ ശുശ്രൂഷ ഇത്രമാൻ ഭംഗിയായി ഒരുക്കുവാൻ ദൈവം കൃപ നൽകിയത്. ശ്രീ മാർദാസ് ദയവായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്. ഇവിടെ ഒരു കൂട്ടായ്മ നടത്താൻ എല്ലാവരെയും ഇത്രയും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇവിടെ നടത്തിയതിന് വേണ്ടി കൂടെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, 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 അബ്ബാപിതാവേ, അപ്പായമുള്ള ദേശത്തെ തമ്പുരാനെ, നിന്റെ വാത്സല്യ മക്കളെ കർത്താവേ, കുടുംബമാ മുന്നമേ എന്റെ തമ്പുരാൻ കണ്ടു. ഈ ദേശത്താക്കി വെച്ചു കർത്താവേ, പരിശുദ്ധാത്മാവേ, അബ്ബാപിതാവേ, ഈ വാത്സല്യ കുടുംബത്തിലെ എല്ലാ പ്രിയ മക്കളെയും, എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. അപ്പച്ചനെ, അപ്പാപിതാവേ, ഇങ്ങനെ ഒരു കൺവെക്ഷജവും കർത്താവേ ദേശത്ത് ക്രമീകരിപ്പാൻ നിന്റെ മക്കൾ കൂടി എന്റെ തമ്പുരാൻ മുന്നമേ കണ്ടതിനായി സ്തോത്രം കർത്താവേ. അപ്പാ നിന്റെ അഭിഷക്തന്മാർ ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി ഈ വാത്സല്യ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, തമ്പുരാനെ, നിന്റെ വാത്സല്യ മക്കളെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പാപിതാവേ, ഈ യോഗ പരമ്പരയ്ക്ക് വേണ്ടി കർത്താവേ അധ്വാനിച്ച നിന്റെ പ്രിയ മക്കൾ, ചെലവിട്ട നിന്റെ പ്രിയ മക്കൾ, അപ്പാ സ്വർഗമേ, ഈ പ്രിയ മക്കളെ, മക്കളുടെ തലമുറകളൊക്കെയും ദൈവമേ നീ ധാരാളമായി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. എന്ത് കർത്താവേ, ഇന്ന് വചനത്തിൽ നിന്ന് കേട്ടതുപോലെ തമ്പുരാനെ ദേശത്തിന്റെ വിടുതലിനായി തമ്പുരാനെ ഈ പ്രിയ മക്കൾ കൂടി ഇങ്ങനെ ഒരു മഹാ കൺവെൻഷൻ ദൈവം വെച്ചതിനായി സ്തോത്രം. നിന്റെ പ്രിയ മക്കൾക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെല്ലാം അഭിഷക്തന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, നിന്റെ മക്കൾ നീ ധാരാളമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ. എന്ത് കർത്താവേ, നിന്റെ പ്രിയ അഭിഷക്തനെ കൂടി ഇവിടെ വിളമ്പിയ നിന്റെ മാറ്റമില്ലാത്ത വചനം കർത്താവെ ശ്രദ്ധിച്ച എല്ലാ മക്കളുടെ ജീവിതത്തിലും ദൈവം അനുഗ്രഹമാക്കി മാറ്റിയതിനായി സ്തോത്രം, വിടുതലാക്കി മാറ്റിയതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ. തമ്പുരാന്റെ ദൂതന്മാരുടെ കൂടെ സഞ്ചരിച്ചതിനായി സ്തോത്രം. കർത്താവ് കൂടെ ഇരിക്കണമേ. അപ്പാ, എല്ലാവരും സന്തോഷത്തോടുകൂടി മടങ്ങി പോവാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. നല്ല കാലാവസ്ഥ തന്നതിനായി സ്തോത്രം. എന്റെ യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമുക്ക് ആശീർവാദം കൈക്കൊള്ളാം. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവിളയിൽ ക്രിസ്തുയേശുവിൽ കാക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇത്രത്തോളം ജയം നൽകിയ ദൈവത്തെ നമുക്ക് കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ആമേൻ. എല്ലാവർക്കും മതാസ്ഥലങ്ങളിൽ തന്നെ ഇരിക്കണം. ഒരു ചില ആഹാരങ്ങൾ പ്രിയ കുടുംബങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഭക്ഷിച്ചിട്ടേ എല്ലാവരും പോകാവൂ. ദയവായി സംസ്ഥാനങ്ങളിൽ തന്നെ ചില മിനിറ്റോടെ നിങ്ങൾ ഇരിക്കുക. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ഇവ നാം പ്രവർത്തിക്കും.